Lighter to Lighten Marthoma Study Forum. Good evening all. Lighter to Lighten മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 233ാമത് ലൈവ് വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പ്രവേശിച്ചിരിക്കുന്ന ഏവർക്കും അനുഗ്രഹപ്രദമായവും സന്തോഷപൂർണവുമായ ഒരു പുതുവത്സരം ആശംസിച്ച് കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഏവർക്കും പുതുവത്സരം ആശംസിക്കുന്നു. നമ്മൾ സാധാരണ നമ്മുടെ വെബിനാർ ആരംഭിക്കുന്നത് പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ. ഇന്ന് നമ്മൾ ഗാനം ആലപിക്കുവാനായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ശ്രീമതി ജൂലി ജെയ്സ് ഐസക്കിനെയാണ്. ശ്രീമതി ജൂലി ജെയ്സ് ഐസക്ക് നല്ലൊരു പാട്ടുകാരിയാണ്. ബോറിവലി ഇമ്മാനുവൽ മർത്തോമ ചർച്ചിന്റെ ഗായക സംഘത്തിലെ മെയിൻ സിംഗറാണ്. വളരെ നല്ല ശ്രുതിമധുരമായി ഗാനങ്ങൾ ആലപിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. നല്ല ഗാനങ്ങൾ പലവട്ടം ഞാൻ ശ്രവിച്ചിട്ടുള്ളതുമാണ്. ഇപ്പോൾ ഗാനം ആലപിക്കാനായിട്ട് ജൂലി ജെയ്സ് ഐസക്കിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈശോ നീ എൻ ജീവനിൽ നിറയേണം, നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, കനിവൂരുമാരൂപം. തുളുമ്പുമെൻ കണ്ണീർ കായൽ തുഴഞ്ഞു ഞാൻ വന്നു, അനന്തമാം ജീവിത ഭാരം ചുമന്നു ഞാൻ നിന്നു. പാദം തളരുമ്പോൾ തണലിൻ വരമായി നീ, ഹൃദയം മുറിയുമ്പോൾ അമൃതിൻ നീ, എന്നാളും ആശ്രയം നീ മാത്രം നാഥാ. തുടയ്ക്കുകൻ കണ്ണീർ, ഈശോ നീ എൻ ജീവനിൽ നിറയേണം, നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിവൂരുമാരൂപം. കിനാവിലെ സാമ്രാജ്യങ്ങൾ തകർന്നു വീഴുമ്പോൾ 1000 സ്വാന്തനമായി ഉയർത്തുമല്ലോ നീ. ഒരു പൂന്തേൻ കിനിയുമ്പോൾ കാറ്റിൻ കുളിരായി നീ, എന്നെ തഴുകുമ്പോൾ കാരുണ്യമേ നിന്നെ അറിയുന്നു നാഥാ. നമിപ്പു ഞാനെന്നും ഈശോ നീ എൻ ജീവനിൽ നിറയേണം, നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിവൂരുമാരൂപം, കനിവൂരുമാരൂപം. താങ്ക് യു വെരി മച്ച്. നല്ല മനോഹരമായിട്ട് ഗാനം ആലപിച്ചു. വളരെയധികം നന്ദിയുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ തന്നെ ഒരു അഡ്മിന്മാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട VI ജേക്കബ് സാറാണ്. ലൈറ്റർ ടു ലൈറ്റൺ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ അഡ്മിനാണ്. വളരെയധികം സോഷ്യൽ മീഡിയയിൽ നല്ല
രീതിയിൽ എഴുതുന്ന വ്യക്തിയാണ്. നേരത്തെ നല്ലൊരു പ്രഭാഷണം നമ്മുടെ ഈ വെബിനാറിൽ തന്നെ നടത്തിയ ആളാണ്. സാറിനെ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി ക്ഷണിച്ചുകൊള്ളു. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, ഒരു പുതുവർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം ഞങ്ങളെ നടത്തിയ, ഞങ്ങളെ പരിപാലിച്ച വഴികളെ ഓർത്ത് ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. വിവിധങ്ങളായ ജീവിതാനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയപ്പോൾ നിന്റെ സാന്നിധ്യം ഞങ്ങൾ രുചിച്ചറിഞ്ഞ് അറിയുവാൻ ഇടയാക്കിയതോർത്ത് ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. പുതുവർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്ന ഈ ദിവസങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കൂട്ടിച്ചേർക്കുന്ന നിന്റെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഈ ലൈവ് വെബിനാറിൽ ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടിവരവുകൾ അത് വചനത്തിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസ ജീവിതവും ദൈവരാജ്യത്തിന് ചേരുന്ന ജീവിത ശൈലിയും രൂപപ്പെടുത്തുന്നതിന് ഞങ്ങൾക്ക് സഹായകമാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹീത പ്രഭാഷണങ്ങളെ ഓർത്ത്, ഈ പ്ലാറ്റ്ഫോമിലൂടെ ലഭിച്ച വിവിധ ദൂതുകളെ ഓർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്ക് നിന്റെ കൃപ ഞങ്ങളോടുകൂടെ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ ആയുസ്സിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ അനുഭവിച്ച എല്ലാ സ്വർഗീയ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും എണ്ണമില്ലാത്ത നന്മകൾക്കുമായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നീ നൽകിയതല്ലാതെ ഞങ്ങൾക്കൊന്നും തന്നെ ഇല്ലല്ലോ കർത്താവേ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ നടക്കുന്ന വെബിനാറിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വെബിനാറുകൾ ദൈവരാജ്യ മൂല്യങ്ങൾക്ക് തീരുവാൻ, ഞങ്ങൾക്കൊക്കെ പുതുക്കത്തിനും അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരുവാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാഷണം നടത്തുന്ന അപ്പു ജോസഫ് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ കൃപ വ്യാപരിക്കണം. പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പുതുവർഷം എല്ലാവർക്കും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെതുമായിരിക്കാൻ ഇടയാകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വെബിനാറുകൾ അനുഗ്രഹീതമായി നടത്തിക്കൊണ്ടു പോകാൻ ഞങ്ങൾക്ക് ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാം ദൈവരാജ്യത്തിന് ചേരുന്നതും നിന്റെ മഹത്വത്തിന് മുഖാന്തരമാക്കണമേ. ഇന്നത്തെ വെബിനാറിൽ ഞങ്ങളോടുകൂടി ഇരിക്കണമെന്നും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. യേശു മിശിഹാ മൂലം അപേക്ഷിക്കുന്നു. കുറേയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. താങ്ക് യു ജേക്കബ് സാറ് ഒരു കഴിഞ്ഞ വർഷത്തിലെ എല്ലാ അനുഭവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പുതുവർഷത്തിലേക്ക് നമ്മളെ ധൈര്യപൂർവ്വം പ്രവേശിക്കാനായിട്ട് ഉതകുന്ന ഒരു പ്രാർത്ഥനയാണ് നടത്തിയത്. സാറിന് പ്രത്യേകം നന്ദി. വീണ്ടും ഒരു വട്ടം കൂടെ ഇവിടെ സന്നിധരായിരിക്കുന്ന ഏവർക്കും അനുഗ്രഹപ്രദമായ ഒരു പുതുവർഷം നേർന്നുകൊണ്ട് ഞാൻ സ്വാഗത പ്രസംഗത്തിലേക്ക് പ്രവേശിക്കുവാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞാൻ ഒറ്റ വാക്കിൽ തന്നെ സ്വാഗതം ചെയ്യുന്നു. ഈ കൂട്ടത്തിൽ നമ്മുടെ വർത്തമാന സഭയിലെ അനവധി പട്ടക്കാരുണ്ട്, അതുപോലെ തന്നെ മറ്റ് പ്രമുഖ വ്യക്തികളുണ്ട്, സ്ഥിരമായിട്ട് നമ്മുടെ വെബിനാറിൽ സംബന്ധിക്കുന്ന അംഗങ്ങളുണ്ട്, ഇന്ന് ആദ്യമായിട്ട് സംബന്ധിച്ച അംഗങ്ങളുണ്ട്. ഏവരെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് വിൽസൺ കരിമന്നൂർ. ആദ്യമായിട്ട് പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇന്നത്തെ പ്രഭാഷണം നടത്തുന്ന വ്യക്തി വളരെ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പു ജോസഫ് സാറിനെ ഇവിടെ കൂടിയിരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും നേരത്തെ തന്നെ കേട്ടിട്ടുള്ള വ്യക്തിയാണ്. സാറ് 29 വർഷക്കാലം ഫെഡറൽ ബാങ്കില് വളരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. അതിനുശേഷം സാറ് പൂർണ്ണമായിട്ടും നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അത് വലിയൊരു നേട്ടമായിട്ട് മാറി. അപ്പു ജോസഫ് സാറ് 1200-ലധികം വേദികളില് മോട്ടിവേഷനും അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പായിട്ടുള്ള പ്രഭാഷണത്തിലൂടെ ജനങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അനേക
സ്കൂളുകളിലും കോളേജുകളിലും മറ്റു ഇടങ്ങളിലും പരിശീലനം നടത്തിയ വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ ഈ വെബിനാറില് നമ്മള് 233ാമത്തെ വെബിനാറാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രഗത്ഭരായ അനവധി ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നു. അവരൊക്കെ പ്രൊഫഷണൽ രംഗത്തെ മികച്ച ആൾക്കാരും ഒരു പ്രഭാഷണത്തിന് 20-25,000 രൂപ വാങ്ങുന്ന ആൾക്കാരാണ്. ആ ലെവലിലേക്ക് അവർക്ക് സ്ഥാനം ലഭിച്ചവര്. പക്ഷെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും നമ്മുടെ ഈ ഒരു കാഴ്ചപ്പാടിനോടുള്ള യോജിപ്പ് കൊണ്ടുമാണ് ഇവരൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഇതൊക്കെ തക്കത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. കാരണം ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തിയെ നമ്മളിവിടെ അവതരിപ്പിച്ചപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അത്രയും ആൾക്കാർ ഇതുവരെ പ്രവേശിച്ചിട്ടില്ല, ഇനിയും പ്രവേശിക്കുമെന്ന് കരുതുന്നു. സാറിനെ പറ്റി പറയുവാണെങ്കിൽ, സാറ് ഫെഡറൽ ബാങ്കിന്റെ ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ NRI ബിസിനസ്, ഫെഡറൽ ബാങ്കിന്റെ NRI ബിസിനസ് സെഷന്റെ ഹെഡായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഉപദേഷ്ടാവ്, ഹ്യൂമൻ റിസോഴ്സ് കൺസൾട്ടന്റ്, ജീവിത വിജയ പരിശീലകൻ, ജീവിത ഉപദേഷ്ടാവ്, ചാനൽ പാനലിസ്റ്റ്, മെമ്മറി ടെക്നിക് പരിശീലകൻ, സ്പോർട്സ് കമന്റേറ്റർ തുടങ്ങിയ അനവധി രംഗത്ത് പ്രഗത്ഭമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പു ജോസഫ് സാറ്. സാറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് ഒരു തന്മാത്ര എന്ന് പറയുന്ന മോഹൻലാലിന്റെ ഒരു സിനിമ കാണാത്തവരായിട്ട് എനിക്ക് തോന്നിയ അധികം പേര് കാണുകയല്ല. അതുപോലെ പ്രശസ്തമായ ബ്ലെസ്സി സാർ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ്. അതിനകത്തൊരു മെമ്മറി ടെസ്റ്റ് ഉണ്ട്. ഒരു മെമ്മറി എങ്ങനെ PTA മീറ്റിങ്ങിൽ മോഹൻലാൽ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചില സിറ്റുവേഷനുകൾ പറഞ്ഞു ഒരു നല്ല രസകരമായ രീതിയിൽ ഒരു മെമ്മറിക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് രൂപപ്പെടുത്തിയത് അപ്പു ജോസഫ് സാറാണ്. അത് പേപ്പറുകളിലെല്ലാം വന്ന വാർത്തയാണ്. പുതിയതായിട്ട് വന്നിട്ടുള്ളവരുടെ അറിവിന് വേണ്ടി പറയാണ്. അങ്ങനെ വളരെ വിദഗ്ധമായ കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ അപ്പു സാറിന്റെ പല ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മെമ്മറി ക്ലാസ്സുകളിൽ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സിറ്റുവേഷനും ഓരോ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ മെമ്മറി നിലനിർത്താം, ഡെവലപ്പ് ചെയ്യാമെന്ന് പഠിപ്പിച്ച് ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പലപ്പോഴും പ്രാക്ടിക്കൽ ലൈഫിൽ പ്രയോഗിച്ചിട്ടുണ്ട്. എന്റെ മനസ്സിൽ തന്മാത്ര എന്നുള്ള വാക്ക് വന്ന ഉടനെ ഞാൻ അപ്പു ജോസഫ് സാറിനെ ഓർക്കും. നേരെ തിരിച്ച് അപ്പു ജോസഫ് സാർ എന്ന് പറഞ്ഞ ഉടനെ എന്റെ മനസ്സിൽ തന്മാത്ര എന്ന് ഉള്ള സിനിമ ഓർത്തു വരും. ഇതാണ് ഈ മെമ്മറി. ഓരോ സിറ്റുവേഷനും വസ്തുക്കളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ മെമ്മറി കണക്ട് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു വലിയ നേട്ടമാണ്. അപ്പൊ അത് ആ ലെവലിലൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇന്ന് യോഗത്തിലേക്ക് പ്രസംഗം അവതരിപ്പിക്കാനല്ല, ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹം ചൂസ് ചെയ്ത വിഷയം നമ്മളെ സംബന്ധിച്ച് ലൈറ്റ് ടു ലൈറ്റ് വെബിനാറുകൾ പല വിഷയങ്ങളും നമ്മൾ എടുക്കുമെങ്കിലും നമുക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പുതിയ വർഷത്തില് ഒരു മോട്ടിവേഷനോട് കൂടിയുള്ള ഒരു വർഷം ആരംഭിക്കണമെന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പു സാറിനോട് അത് ഡിസ്കസ് ചെയ്തപ്പോൾ സാറ് കുറെ മാസങ്ങളായിട്ട് സ്വീഡനിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വിളിക്കുമ്പോൾ വലിയ പനി പിടിച്ചു കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇങ്ങനൊരു വിഷയത്തിന് ഞാൻ വിളിക്കുന്നത്, ഈ പനി ഉള്ളതുകൊണ്ട് എനിക്കിനി അത് പറയാനൊരു പേടിയുണ്ട്. സാറ് പറഞ്ഞില്ല, പനിയൊക്കെ അന്നേരത്തേക്ക് മാറും, ഞാൻ ഈ വിഷയം എടുത്തിരിക്കുമെന്ന് പറഞ്ഞു. ഈ വലിയ സന്തോഷമുണ്ടായി. ജീവിതത്തില് ഒരു മറ്റുള്ളവരെ നല്ല വഴിയിലേക്ക് നയിക്കാനായിട്ടുള്ള ഒരു മനസ്സ്, ആ മനസ്സുള്ള ഒരു വ്യക്തിയാണ്. ഒരു കാര്യം കൂടെ ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഇന്നത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾക്ക് ശ്രമിച്ചാല് സന്തോഷമുള്ളവരായിട്ട് ജീവിക്കാം. പക്ഷെ പലപ്പോഴും നമുക്ക് അതിനുള്ള ടെക്നിക്ക് അറിയത്തില്ല, അല്ലെ നമ്മൾ ശ്രമിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ദുഃഖിച്ചും വ്യസനിച്ചും കഷ്ടപ്പെട്ടും ഒക്കെ നടക്കുകയാണ്. പ്രത്യേകിച്ച് പലരും പറയുന്ന ഒരു തമാശയാണോ കാര്യമാണോ, മർത്തോമാക്കാർക്ക് ചിരിക്കാനും സന്തോഷിക്കാനും അറിയത്തില്ല, മസിൽ പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടരാണെന്നിങ്ങനെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് ആ ഒരു മനോഭാവത്തിൽ നിന്നൊന്നും മാറണം. നമ്മൾ ഇന്നത്തെ ഈ പ്രഭാഷണത്തിലൂടെ ഈ വർഷം മുതൽ നമ്മൾ സന്തോഷിക്കുന്നവരായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം. ഈ വിഷയത്തിന് ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയാണ്
അപ്പു ജോസഫ് സാറ് ഈ വിഷയം നന്നായിട്ട് അവതരിപ്പിക്കും. എല്ലാവരും ശ്രദ്ധയോട് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രഭാഷണം അവതരിപ്പിക്കാനായിട്ട് അപ്പു ജോസഫ് സാറിനെ ഏറ്റവും ബഹുമാന പുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതുവത്സരം നേരുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ട്രിഗർ യുവർ ഹാപ്പിനെസ്. നമ്മുടെ ഉള്ളിലാണ് സന്തോഷമുള്ളത്. ഈ സന്തോഷത്തിന്റെ കാഞ്ചി ഒന്ന് വലിച്ചാൽ മതി, നമ്മൾ സന്തോഷമുള്ളവരാക്കും. പലപ്പോഴും നമ്മളുടെ വിചാരം നമുക്ക് പുറമേ ഉള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾക്ക് സന്തോഷം ലഭിക്കുന്നത് എന്നുള്ളതാണ്. 2025 ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസം. 12 മാസം എന്ന് പറഞ്ഞാൽ 365 ദിവസം. 365 ദിവസം എന്ന് പറഞ്ഞാൽ 8760 മണിക്കൂറുകളാണ്. 5,25,600 മിനിറ്റാണ്. ഏകദേശം 3,15,36,000 സെക്കൻഡാണ്. ഒരു വർഷം അത്രയേ ഉള്ളൂ. അവർ ടൈം ഇൻ ദിസ് വേൾഡ് ഈസ് ലിമിറ്റഡ്. നമ്മളുടെ ജീവിതം വളരെ ഹ്രസ്വമാണ്. നമ്മുടെ മുൻ ജീവിതത്തെ പറ്റി നമുക്കറിയത്തില്ല, അടുത്ത ജീവിതത്തെ പറ്റി നമുക്കറിയത്തില്ല. അറിവില്ലായ്മയ്ക്കിടയിലെ കേവലം ചെറിയൊരു അറിവ് മാത്രമാണ് നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിൽ നമ്മൾ സന്തോഷമുള്ളവരായിട്ടിരിക്കണം. നമ്മുടെ ഉള്ളിലുള്ള സന്തോഷത്തെ ഒന്ന് ഉണർത്തി വിട്ടാൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതിന് വലിയ വിഷമമൊന്നുമില്ല. ലൈഫ് ഈസ് എ മീഡിയം ടു അറ്റൈൻ ഹാപ്പിനെസ്. സന്തോഷം ഉളവാക്കാനുള്ള പ്രതലമാണ് ജീവിതം. അപ്പൊ നമ്മൾ സന്തോഷം ഉളവാക്കാതെ നിരാശയിലോ ദുഃഖത്തിലോ പ്രയാസത്തിലോ ഒക്കെ ഇരിക്കാനല്ല ദൈവത്തിന്റെ പദ്ധതി. ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യു. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. നമ്മൾക്ക് ഈ ജീവിതം ഏറ്റവും ആനന്ദകരമാക്കാനായിട്ട് പറ്റും. നമ്മൾ ദുഃഖിച്ചു ഇരുന്നാലും നമുക്ക് ദുഃഖമായിരിക്കും. നമ്മൾ സന്തോഷിച്ചിരുന്നാൽ നമുക്ക് സന്തോഷമായിരിക്കും. നമ്മൾക്ക് ചൂസ് ചെയ്യാം. എങ്ങനെ ചൂസ് ചെയ്യാമെന്ന് ചോദിക്കാൻ ഞാൻ ചെറിയ ചില ടിപ്പുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതുവരെ നമ്മൾ മറ്റുള്ളവരെയാണ് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ്. മറ്റുള്ളവരെ നമ്മൾ പാലിക്കുകയായിരുന്നു. ഈ വർഷം ഇനി മുതൽ നമ്മൾ സ്വയം നമ്മളെ പരിപാലിക്കാനായിട്ട് തയ്യാറുക. നമ്മളെ സ്വയം സ്നേഹിക്കാൻ തയ്യാറുക. കുറച്ചുകൂടെ നമ്മളെ ഒന്ന് കരുതുക, നമ്മളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്യുക, നമ്മളെ ഒന്ന് കൺസിഡർ ചെയ്യുക, കുറച്ച് കരുതൽ കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ മതി. വേറെ ആരും ദിസ് ലൈഫ് ഓഫ് യുവേഴ്സ് ഇസ് യുവർ ഓൺ 100% റെസ്പോൺസിബിലിറ്റി. മറ്റാരും നമ്മളെ സഹായിക്കാൻ വരത്തില്ല. ഈ ജീവിതം നമ്മളുടേത് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ തന്നെത്താനെ നമ്മളുടെ സന്തോഷം കണ്ടെത്തിയാല്, ഒരാൾ സന്തോഷമുള്ള ആളാണെങ്കിൽ അയാളിനോട് ബന്ധപ്പെടുന്ന ആളുകളൊക്കെ സന്തോഷമുള്ളവരായിരിക്കും. അപ്പൊ ഇതിങ്ങനെ ഒരു കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് സന്തോഷം, ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഹാപ്പിനെസ്സിനെ നമ്മളൊന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ലോകത്തിലെല്ലാം ദിസ് ഇസ് ആൻ ഇംപെർഫെക്റ്റ് വേൾഡ്. ഒരു അപൂർണതയുടെ ലോകമാണ്. പൂർണ്ണത ദൈവത്തിങ്കൽ മാത്രമേ ഉള്ളൂ. എങ്കിലും നമ്മൾക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചാൽ സാധിക്കാത്ത അസാധ്യമായിട്ടൊന്നുമില്ല. Nothing is impossible in this world. And you have to take things to your heart. Have a burning desire, then sky is the limit. നമ്മളൊന്ന് തീരുമാനിച്ചാൽ മതി. ഞാൻ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് 29 വർഷം ഉണ്ടായിരുന്നു വിൽസൺ പറഞ്ഞു. ബാങ്കിൽ വരുന്ന ഒരുപാട് പണമുള്ള ആളുകളും അസറ്റ്സ് ഉള്ളവരും ഒക്കെ പലപ്പോഴും നിരാശരായിട്ടാണ് ബാങ്കിൽ വരുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ വളരെ ഹൈ ആയതുകൊണ്ട്. നമ്മൾ ദൈവം തന്ന നമുക്ക് എന്തിനാണ് ദൈവം ഈ ജീവിതം തന്നത്? വൈ വി ആർ ഗിവൺ ദിസ് ലൈഫ്? 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ദ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്പർ 1 ടു ബി സക്സസ്ഫുൾ. ജീവിതം വിജയം വരിക്കാനുള്ളതാണ്. വിജയം വരിച്ചു തീരുന്നൊരു വാശി ഉണ്ടാകണം. രണ്ടാമതായിട്ട് ടു ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കാൻ കൂടിയാണ്. വേറെ ഒരു പർപ്പസും ജീവിതത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടായിരിക്കാം. പക്ഷെ മെയിനായിട്ട് പർപ്പസ് ഇതാണ്. സന്തോഷമുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കുന്നതല്ല സക്സസ് എന്ന് പറയുന്നത്. ധാരാളം പണം ഉള്ളവർക്ക് നിരാശയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മള് സന്തോഷം എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ പൊസഷൻസ് ഒന്നും അല്ല. അതുപോലെ തന്നെ
ഈ ജീവിതാവസാനം വരെ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ, അത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളോടൊപ്പം ജീവിതാവസാനം വരെ നിങ്ങൾ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. നിങ്ങളോട് ദയവായി കുറച്ച് ദയ കാണിക്കുക, കുറച്ചുകൂടെ കൺസിഡറേറ്റ് ആയിട്ട്, ഒരു ഹമ്പിളായിട്ട് നമ്മളോടൊന്ന് ഒരു മൃദുവായിട്ട് നമ്മൾ സ്വയം നമ്മളോടൊന്ന് പെരുമാറുക. പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ നിഷേധം കാണിക്കുന്നത് നമ്മളോട് തന്നെയാണ്. ഒരു രോഗം വന്നാൽ നമ്മൾ മരുന്ന് കഴിക്കത്തില്ല. ഇനി മരുന്ന് മേടിച്ചാൽ തന്നെ അത് ഡോക്ടറെ കണ്ടാൽ തന്നെ മരുന്ന് സമയത്തിന് കഴിക്കണമെന്നില്ല, ആരെങ്കിലും നിർബന്ധിച്ചാലൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു സെൽഫ് ലവ്, അതാണ് ഏറ്റവും പ്രധാനമായ നമ്മളെ ഒന്ന് സ്നേഹിക്കുക, ഒരു ദയ കാണിക്കുക, കരുണ കാണിക്കുക, ഒരു താല്പര്യത്തോടെ നമ്മളോട് പെരുമാറുക. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ തോട്ട് പ്രോസസ് ഒക്കെ മാറും. ഒരു ദിവസം നമ്മുടെ മനസ്സിലൂടെ ഏതാണ്ട് 60,000 മുതൽ 70,000 ചിന്തകൾ കടന്നു പോകും. ഇതിലെ 90% ചിന്തകൾ ഇന്നലെ ചിന്തിച്ച അതേ ചിന്തകളാണ്. പുതിയതായിട്ട് 10% താഴെ ചിന്തകൾ മാത്രമേ ഉള്ളൂ. ആ 10% ചിന്തകളാണ് ആ ചിന്തകളുടെ നമ്മുടെ ലക്ഷ്യങ്ങളാക്കി അതിലേക്കുള്ള പലായനമാണ് ജീവിത വിജയം. അപ്പൊ നമ്മളുടെ നല്ല ചിന്തകളെ നമ്മൾ എടുക്കണം, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഡ്രൈവർ നമ്മളാണ്. നമ്മളുടെ സീറ്റ്, ഡ്രൈവിംഗ് സീറ്റ് വേറൊരാൾക്ക് കൊടുക്കാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ ഡ്രൈവർ ആകണോ അതോ യാത്രക്കാരനാണോ നമുക്ക് തീരുമാനിക്കാം. പക്ഷേ നമ്മളുടെ ജീവിതത്തിന് ഡ്രൈവറായിട്ടിരിക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് നമ്മൾ പല കാര്യങ്ങൾക്കകത്തും വിട്ടുവീഴ്ചയൊക്കെ ചെയ്യും. അതിന്റെ ആവശ്യമില്ല. നമ്മൾ നമ്മളായി തന്നെ നമ്മുടെ ഒറിജിനലാണ്. നമ്മൾ ഒറിജിനൽ വ്യക്തിയായിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആവേണ്ട കാര്യമില്ല. ഒറിജിനൽ ഈസ് ബെറ്റർ ദാൻ ഡ്യൂപ്ലിക്കേറ്റ്. അതുകൊണ്ട് നമ്മളുടെ കഴിവുകൾ നന്നായിട്ട്, നമ്മുടെ കഴിവുകൾ എന്താണ്, വാട്ട് ആർ അവർ കോർ കോമ്പിറ്റൻസീസ്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ എന്തൊക്കെയാണ്, അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ കണ്ടെത്തിയിട്ട് അത് ശരിയായിട്ട് വിനിയോഗം, നമ്മുടെ കഴിവുകളൊന്ന് കണ്ടെത്തുക. ഞാൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ തന്നെ ഏകദേശം ഒരു 90,000-1,00,000 പേർക്ക് ഞാൻ ട്രെയിനിങ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ 10-20 വർഷത്തിലധികമായിട്ട്. പക്ഷെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് അവരുടെ കഴിവുകൾ, ബേസിക്കായിട്ട് നമുക്ക് ദൈവം തന്ന കോർ കോമ്പിറ്റൻസി അല്ലെങ്കിൽ നമ്മുടെ ഗ്രേറ്റസ്റ്റ് സ്കിൽ സെറ്റ്സ് എന്നാന്ന് പലപ്പോഴും പാർട്ടിസിപ്പൻസിന് അറിയാത്തൊരവസ്ഥയാണ്. നമ്മൾ ക്വസ്റ്റ്യനായിട്ട് നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ ആരും പറയാറില്ല. അവർ ഒരിക്കൽ പോലും ജീവിതത്തിൽ ആലോചിച്ചിട്ടില്ല. അപ്പൊ നമ്മളെ നല്ല കഴിവുകൾ കൊണ്ട് വെച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങുകയാണ്. ദൈവം തന്ന ടാലന്റുകൾ വെച്ചുകൊണ്ട് വി ആർ സ്ലീപ്പിംഗ് ഓവർ അവർ ടാലൻസ്. ഇത് ശരിക്കും ദൈവം തന്നെയാണ്. നമ്മളുടെ കഴിവ് ശരിക്കും ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക്, ഇന്ന് ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യനും ഡിഫറെന്റ് ആണ്. വി ആർ ഓൾ യുണീക്ക് ഓഫ് ഓൾ ഗോഡ്സ് ക്രിയേഷൻസ്. സിൻസ് ബിഗിനിങ് ഓഫ് ലൈഫ് ബില്യൺസ് ഓഫ് പീപ്പിൾ ഹാവ് വാക്ക്ഡ് ദിസ് എർത്ത്. There was never a person like you or me, and even if life is going to exist for 100 billion years, there won't be a person like any of us. നമ്മൾ തനതായ വ്യക്തിത്വത്തിന്റെ ഉടമകളാണ്. വി ആർ ഓൾ സ്പെഷ്യൽ, വി ആർ ഓൾ ഇമ്പോർട്ടന്റ്, വി ആർ ഓൾ യുണീക്ക്. നമുക്ക് തന്ന കഴിവുകൾ ദൈവം നമുക്ക് മാത്രമായി നൽകിയിട്ടുള്ളതാണ്, വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ദൈവം തന്നെയാണ്. അത് മനസ്സിലാക്കണം ആദ്യമേ. പ്രത്യേകിച്ച് മാതാപിതാക്കളായി കേൾക്കുന്ന ആളുകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്തുക. ഞാൻ എൻ്റെ കഴിവ് കണ്ടെത്തിയത് 49-ാമത്തെ വയസ്സിൽ ഇലന്തൂരിൽ ബാങ്കിലെ സീനിയർ മാനേജറായിട്ട് ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ഇലന്തൂർ ശാലയം പള്ളിയിലെ യുവജന സംഘത്തിന്റെ സെക്രട്ടറി ഷാൻലി രാജൻ, 19 വയസ്സുള്ള ഷാൻലി രാജൻ എന്നോട് പറഞ്ഞു, അങ്കിൾ യു ആർ എ വെരി ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. 49 വയസ്സുള്ളപ്പോഴും എന്നോട് പറഞ്ഞു. അതിനുശേഷം പിന്നെയും ഞാൻ 3 വർഷം കൂടെ ബാങ്കിൽ ഇരുന്നിട്ടാണ് ജോലി ഉപേക്ഷിച്ചത്. Once you realize your core competencies, potentials and possibilities of your life, then sky is the limit. മഴമേഘങ്ങളുടെ മുകളിലൂടെ പറന്ന് ചക്രവാള സീമകൾക്കപ്പുറത്ത് പറന്നു പോകാനുള്ള ജീവിതത്തിന്റെ സാധ്യത നമ്മളുടെ ഓരോരുത്തരുടെ മുൻപിലുണ്ട്. പക്ഷെ നമ്മൾക്ക് അറിയത്തില്ല എന്താ നമ്മളുടെ കഴിവുകൾ. നമ്മളുടെ കഴിവുകൾ കണ്ടെത്തുക, നമ്മളുടെ മക്കളുടെ കഴിവുകൾ കണ്ടെത്തുക. എന്നിട്ട് യേശുദാസ് ക്രിക്കറ്റ് കളിക്കാനും സച്ചിൻ ടെണ്ടുൽക്കർ പാട്ട് പാടാൻ പോയിരുന്നില്ല എങ്ങനെയായിരുന്നു? സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ്സ്മാൻ ആയിട്ട് ക്രിക്കറ്ററായിട്ട് പോയി, യേശുദാസ് പാട്ട് പാടും. നേരെ മറിച്ചായിരുന്നെങ്കിൽ
പലപ്പോഴും നമ്മൾ അങ്ങനെ നമ്മുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് നമ്മൾ കണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അത് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഒരു സർട്ടൺ എക്സ്റ്റെന്റ് വരെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ എല്ലാവരെയും ഗ്രീറ്റ് ചെയ്തു, വിഷ് ചെയ്തു. നമ്മളുടെ സഹധർമ്മിണിയോട്, ഭാര്യയോടോ ഭർത്താവിനോടോ നമ്മുടെ മക്കളോടോ നമ്മുടെ മാതാപിതാക്കളോടോ നമ്മുടെ സിബിലിങ്സ് സഹോദരി സഹോദരന്മാരോടോ നമ്മുടെ സുഹൃത്തുക്കളോടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട്? മലയാളി മാത്രമേ ഉള്ളൂ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോട് സ്നേഹമുണ്ടെന്ന് പറയാം. ഉള്ളിൽ സ്നേഹം കാണും, പക്ഷെ പ്രകടിപ്പിക്കാറില്ല. ടെൽ യുവർ ലവ്, സ്പീക്ക് യുവർ ലവ് ആൻഡ് ടെൽ ദ പീപ്പിൾ യു ലവ് ദാറ്റ് യു ലവ് ദം വെരി മച്ച്. ഈ പുതിയ വർഷത്തിലെ പുതിയ 2025 നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോട് നമ്മൾ സ്നേഹമുണ്ടെന്ന് പറയാം. അവരോടൊന്ന് പറയുക, ഒന്ന് പറഞ്ഞു നോക്കി. അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസം എത്ര ഭയങ്കരമാണ്. ഇങ്ങനെ ചോദിച്ചാൽ സാധാരണ പറയാത്തപ്പോൾ അവരും അത്ഭുതപ്പെട്ടു എന്തുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷേ നമ്മളൊരു ഇംഗ്ലീഷ് സിനിമ കണ്ടാൽ ഇംഗ്ലീഷ് സിനിമയ്ക്കകത്ത് പേരൻസ് പറയും സൺ യു കം ഐ ലവ് യു എന്ന് പറയും. പക്ഷെ ഒരു മലയാളം സിനിമയിലോ സീരിയലിലോ ഒരിക്കലും മക്കളോടോ അപ്പനോടോ അവർ സ്നേഹമുണ്ടെന്ന് ഒരിക്കൽ പോലും പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകത്തില്ല. കാരണം നമ്മളങ്ങനെ പറയാനായിട്ട് നമുക്ക് അറിയത്തില്ല. പിന്നെ നമ്മൾ സാധാരണ ഒരുപാട് വേൾഡ്ലി പൊസഷൻസ് വേണ്ടി നമ്മൾ പണം ഒരുപാട് സ്പെൻഡ് ചെയ്യാറുണ്ട്. എന്നാൽ ലോകത്തിൽ 75% ആളുകൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് അവര് യാത്ര ചെയ്യാനായിട്ടും പല കോഴ്സുകൾ പഠിക്കാനായിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടും ഒക്കെ പോകുമ്പോഴാണ് അവർക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നത്. മെറ്റീരിയൽ പൊസഷൻസ് കൊണ്ടോ നമ്മുടെ വീടിന്റെ വലുപ്പം കൊണ്ടോ കാറിന്റെ വലുപ്പം കൊണ്ടോ വലിയ ബാങ്ക് ബാലൻസ് കൊണ്ട് ഒരിക്കലും മനുഷ്യന് സന്തോഷം ഉണ്ടാകത്തില്ല. നമ്മളൊരു നേരത്തെ സഞ്ചരിക്കാത്ത ഒരു രാജ്യത്തോ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ എത്രയോ സ്ഥലങ്ങൾ നമ്മൾ യാത്ര ചെയ്യാത്തതുണ്ട്. അവിടെയൊക്കെ പോയിട്ട് കടൽ തീരത്തൊന്ന് പോയി നിൽക്കുക. ഒരു ദിവസം നമ്മൾ കുറച്ച് കാട്ടിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കുക. ഈ പ്രകൃതിയുമായി നമ്മൾ ഇടപെടുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഒരുപാട് നല്ല ചിന്തകൾ ഒരുപാട് കിട്ടും. ന്യൂ ഐഡിയാസ് ആൻഡ് തോട്ട്സ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു സന്തോഷമുള്ള ആളായിട്ട് ഇരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സന്തോഷം ഉളവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഇനഫ് സ്ലീപ്പ്, മതിയായ ഉറക്കം നേടുക. നിങ്ങളുടെ മാനസികാവസ്ഥയും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് മിനിമം ഒരു 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങാനായിട്ട് നമ്മൾ ലക്ഷ്യമിടുക. ഇത് ഓവറോൾ ഹെൽത്തിന്റെ ഇംപ്രൂവ്മെന്റിന് ആവശ്യമാണ്. ഒരു 8 മണിക്കൂർ വീതമുള്ള 3 സ്ലോട്ടാണ് ശരിക്കും 24 മണിക്കൂറിനുള്ളത്. അത് 8 മണിക്കൂർ ഉറക്കത്തിനുള്ളത്. ഇപ്പൊ കുറച്ച് പ്രായമൊക്കെ ആകുമ്പം അല്പം ഉറക്കം കുറയും, 6.5 മണിക്കൂർ 7 മണിക്കൂറൊക്കെ ഉറങ്ങും. അത് മതി, നമുക്ക് ആവശ്യത്തിന് ഉറങ്ങുക. ഒരു പ്രത്യേക സമയമൊന്നും ഉറക്കത്തിന് തീരുമാനിക്കണമെന്നില്ല. പ്രായമായി കഴിഞ്ഞാൽ ഒരു 65-70 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഉറങ്ങുക, ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുക, റെസ്റ്റ് എടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുക. അല്ലാതെ അതിനൊരു പ്രത്യേക സമയമൊന്നും വെക്കണമെന്നില്ല. നമ്മളുടെ ശാരീരിക അവസ്ഥ, നമ്മുടെ കംഫർട്ട് അനുസരിച്ച് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് നോർമലായിട്ട് നമ്മൾ ഉറങ്ങുക. ഇപ്പൊ ഒറ്റ സ്ട്രെച്ചിന് 7 മണിക്കൂറോ അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങണമെന്നില്ല, 2ആയിട്ട് വേണമെങ്കിലും ഉറങ്ങാം. അത് ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ച്. പക്ഷെ ആവശ്യത്തിന് ഉറക്കമില്ലെങ്കിൽ നമ്മളുടെ ഒരു ഹെൽത്ത് ബെറ്റർ ആയിട്ട് ആകാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ നമ്മളുടെ സുഹൃത്തുക്കള്, കുടുംബാംഗങ്ങള്, സഹോദരി സഹോദരന്മാർ, ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, ഇവരുമായിട്ടൊക്കെ നമ്മൾ നല്ല ജീവിത ബന്ധം നിലനിർത്തുക. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ ഒരുപാട് മെസ്സേജ് ഒക്കെ അയക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ അയക്കുന്ന അടുത്ത ഈസ്റ്ററിനോ വല്ലതും ആയിരിക്കും അയക്കാൻ പോകുന്നത്. അതുവരെ നമ്മളൊന്നും ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ആളുകളുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. The deepest urge in human nature is the desire to be important and craving to be appreciated. മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം മറ്റുള്ളവർ നമ്മളെ വിലമതിക്കണം, പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ്. ഈ പ്രശ്നം എന്നെ കേൾക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ ഒരു ഫ്രീക്വന്റ് ആയിട്ടൊന്ന് വിളിക്കും. ഞാൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഇപ്പം 18 വർഷമായി. ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ ചെയ്തത്, ഞാനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു 75-80 പേരുടെ പേരിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം 1-2 പേരെ വെച്ച് വിളിക്കും. അങ്ങനെ വിളിച്ച് ഇപ്പൊ നമ്മൾ 2 കോൾ അങ്ങോട്ട് വിളിച്ചാൽ നമുക്ക് ഏകദേശം 2 കോൾ കിട്ടും. ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാവരും വിളിച്ചു തരും. അങ്ങനെ ആളുകളുമായിട്ട് ആ ബന്ധം നിലനിർത്തി
ഈ അടുത്ത സമയത്ത് ഞാൻ കുറച്ച് സമയം ലഭിച്ചപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഒരിക്കലും വിളിക്കാത്തൊരു നൂറോളം ആളുകളെ ഞാൻ വിളിച്ചു. ഒരു ദിവസം 1-2 പേരെ വെച്ച്. അത് സാധാരണ ചെയ്യാത്തതാണ്. അപ്പൊ ദൂരെ നിന്നൊക്കെ വിളിക്കുമ്പോൾ ആളുകൾക്ക് വളരെ സന്തോഷമാണ്. അപ്പൊ നമ്മള് പരമാവധി ആളുകളുമായിട്ടുള്ളൊരു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ സ്ട്രോങ് സക്സസ്ഫുൾ റിലേഷൻഷിപ്സ്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മൾ ഫോണിലും സംസാരിക്കുകയോ ആളുകളുടെ വീടുകൾ വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ കുറവാണ്. ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. നമ്മൾ ഇടയ്ക്കൊന്ന് കാണുകയും നമ്മൾ അവർക്ക് ഷെയ്ക്കാൻ ഒരു ടച്ച്, ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ടച്ച്. നമ്മൾ അവരുടെ വീട്ടിൽ ചെന്നവരെ ഒന്ന് ഹഗ് ചെയ്യുക, ഒന്ന് ടച്ച് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പൊ നല്ല ബന്ധം നിലനിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സന്തോഷം ഉളവാക്കും, മറ്റുള്ളവർക്കും സന്തോഷം ഉളവാക്കും. നമ്മളുടെ സാന്നിധ്യം മറ്റുള്ളവരെ സന്തോഷം ഉളവാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും നമ്മുടെ ഒരു മൈൻഡ് സെറ്റും പെർസെപ്ഷൻസും ഒക്കെ ഒന്ന് സ്ലൈറ്റ് ആയിട്ടൊന്ന് വേരി ചെയ്താൽ മതി, വളരെ സന്തോഷമുള്ളതാവും. അപ്പൊ നമ്മള് ഇപ്പൊ ഈ പുതിയ ജനറേഷൻ ആളുകള് അവരുടെ ജോലി, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ കരിയറും ജീവിതശൈലിയുമായിട്ടൊക്കെ ഒരു കൂടുതലായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പണ്ട് അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ജോലി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ അങ്ങനെയല്ല, നമ്മളുടെ വാല്യൂ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയെ ആളുകൾ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ, ജെൻസി ജനറേഷനും ഇപ്പോഴത്തെ ഈ ജാനുവരി 1-ാം തീയതി ഒരു പുതിയ ജനറേഷനാണ്. അടുത്ത 15 വർഷത്തേക്കുള്ള ആ ജനറേഷന്റെ തോട്ട് പ്രോസസ് ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അപ്പൊ ലോട്ട് ഓഫ് ചേഞ്ചസ് ആർ ടേക്കിംഗ് പ്ലേസസ് ഇൻ ദിസ് വേൾഡ്, ആൻഡ് ഇഫ് യു ആർ നോട്ട് സസെപ്റ്റബിൾ ടു ചേഞ്ച് വി വിൽ പെരിഷ്. ലോകത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നാനോ ടെക്നോളജിയും റോബോട്ടിക്സും ഇങ്ങനെ ഈ ലേണിംഗ്, മെഷീൻ ലേണിങ്ങിന്റെ ഒക്കെ ലോകത്തില് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഈ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാതെ നമ്മൾ പഴയ മനുഷ്യരായിട്ടിരുന്നാൽ നമ്മൾക്ക് വി വിൽ ബി ഒബ്സലീറ്റ്, കാലഹരണപ്പെട്ടവരായിട്ട് മാറും. അതുകൊണ്ട് ഒരു അപ്ഗ്രേഡേഷൻ വേണം. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് ചെറിയ ചെറിയ രീതിയിൽ, നമ്മുടെ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയ ബേസിക് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലെവലിലൊക്കെ ഒന്ന് നമ്മൾ AI ഒക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് വരും. അതിനകത്ത് പെട്ടെന്ന് താല്പര്യം ഉണ്ടാകും. ലോകത്തിൽ എന്തും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പർപ്പസിനനുസരിച്ച്, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള പർപ്പസിനനുസരിച്ച് കരിയറൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഗ്രേറ്റർ ഫുൾഫിൽമെന്റ് ഓഫ് പർപ്പസ് ഡ്രിവൺ ലിവിങ് ആണ് നമുക്കിനി വേണ്ടിയത്. പിന്നെ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള കണക്ഷൻസ്, ശക്തമായ കമ്മ്യൂണിറ്റി കണക്ഷനുകൾ. ഇപ്പൊ ശാശ്വതമായ സന്തോഷത്തിനായിട്ട് ഗുണമേന്മയുള്ള ബന്ധങ്ങൾക്ക് കമ്മ്യൂണിറ്റി പങ്കാളിത്തത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് ഒരു സാമൂഹിക ബന്ധങ്ങളിൽ കൂടുതൽ വിലമതിക്കുന്ന ആളുകളായി നമ്മൾ മാറുമ്പോഴാണ് നമ്മളെ സമൂഹം അംഗീകരിക്കുന്നത്. നമ്മൾക്ക് എന്ത് ലഭിക്കുമെന്ന് നോക്കുന്ന ലോകത്തിൽ എനിക്ക് എൻ്റെ സമൂഹത്തിലുള്ളവർക്ക്, എൻ്റെ കോൺഗ്രിഗേഷനിലുള്ളവർക്ക്, എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് എനിക്ക് എന്ത് നൽകാൻ കഴിയും? ഈ സ്വാർത്ഥതയിൽ നിന്ന് നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് ആണ്. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അതുപോലെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സഹായിക്കാനായിട്ട് പറ്റും. അതിനൊക്കെ നമ്മൾ ഒരു ലീഡ് എടുക്കുക, നമ്മൾ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് അതിന്റെ റെസ്പോൺസ് അതേപോലെ തന്നെ നമുക്ക് ലഭിക്കും. അപ്പം ഒരു സോഷ്യൽ ബോണ്ട് ഉണ്ടാക്കുക, ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്സ് ഇംപ്രൂവ് ചെയ്യുക, കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കുക, ഒരു ലാസ്റ്റിംഗ് ഹാപ്പിനെസ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ സാധാരണ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തതിൽ വ്യത്യസ്തമായിട്ട് ട്രൈ ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ സക്സസ്ഫുൾ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ മെയിൻ്റെനൻസ് ഇസ് ഡിഫിക്കൽട്ട്. അതിനാണ് നേരത്തെ പറഞ്ഞ നമ്മൾ മാസത്തിൽ ഒരു തവണ 2 ആഴ്ചയിലൊരിക്കലോ ആളുകളെ വിളിക്കുകയും കുറച്ചാൽ വലിയ ലോങ് ഡ്യൂറേഷൻ ടെലിഫോൺ കോൾസ് വേണമെന്നുള്ള ഒരു വിസിറ്റ് ചെയ്യുമ്പം ഒരു 10-20 മിനിറ്റ് മതി. അല്ല ഒരുപാട് സമയം നമ്മൾ വേണമെന്നില്ല. എങ്കിൽ പോലും ആളുകളുമായിട്ട് നമ്മൾ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ നല്ല സന്തോഷം നമുക്കുണ്ടാകും. ഓക്കെ,
പിന്നെ നമ്മളുടെ ഈ സമ്പത്ത്, ഈ വെൽത്ത് എന്ന് പറയുന്നതിനെ പറ്റി ഒരുപാട് നിർവചനങ്ങളുണ്ട്. അതായത് വെൽത്ത് ഈസ് ദ എബിലിറ്റി ഫുള്ളി എക്സ്പീരിയൻസ് ലൈഫ്. ജീവിതം പൂർണ്ണമായി അനുഭവിക്കാനുള്ള കഴിവാണ് സമ്പത്ത്, അല്ലാതെ മെറ്റീരിയൽ ആയിട്ടുള്ള പൊസഷൻസ് അല്ല. അപ്പൊ നമ്മൾക്ക് ലഭിച്ചേക്കുന്ന അനുഗ്രഹങ്ങൾ, സമൃദ്ധി, ആരോഗ്യം, അംഗീകാരം, പൊസിഷൻസ്, അല്ലെങ്കിൽ നോളജ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, ഇതെല്ലാം കൂടെ നമ്മൾ ഏറ്റവും ഒരു 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 ഫുൾ ആയിട്ട് നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ലൈഫായിട്ട് നമ്മൾ മാറ്റുന്ന അവസ്ഥയാണ് ശരിക്കും സമ്പത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മളെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, എന്നെ ആരും കരുതുന്നില്ല, ഓ ഞാൻ ഒറ്റയ്ക്ക്. നോ, ബി യുവർ ഓൺ ചിയർ ലീഡർ. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, എൻകറേജ് യുവർ സെൽഫ്. ഒരു ടേക്ക് എ വാക്ക് വിത്ത് യുവർ സെൽഫ് എവരി ഡേ. എല്ലാ ദിവസവും നമ്മൾ ഒറ്റയ്ക്കൊന്ന് നടക്കാൻ പോവുക. If you are not taking a walk with yourself every day, you are missing an opportunity to listen to, rather talk to an amazing human being in this world. അപ്പൊ നമ്മുടെ ചിയർ ലീഡർ ആകുക, നമ്മൾ സ്വയം നമ്മളെ പ്രോത്സാഹിപ്പിക്കുക, സ്വയം നമ്മളെ പ്രചോദിപ്പിക്കുക, നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസും പെപ് ടോക്ക് അല്ലെങ്കിൽ സെൽഫ് ടോക്ക് നമ്മൾ ചെയ്യുക. നമ്മളുടെ ആന്തരികമായ ശക്തിയെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. അപ്പൊ ഭയങ്കര സന്തോഷമാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം ഉളവാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ചുറ്റും, നമ്മളുടെ ഉള്ളിലുമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിനെ കേൾക്കുന്ന ഈ മാർത്തോമ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. കേരളത്തിലെ മാത്രമല്ല, ലോകത്തിന് ഏറ്റവും നന്നായിട്ട് ബ്ലെസ്ഡ് ആയിട്ടുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമുക്കറിയത്തില്ല. നമ്മളുടെ ബ്ലെസ്സിങ്സിനെ പറ്റി നമ്മൾ ബോധേഡല്ല. ഒരു ബാങ്കറായിട്ടിരുന്നുകൊണ്ട് എനിക്ക് സമൃദ്ധി അല്ലെങ്കിൽ നമ്മുടെ പ്രോസ്പെരിറ്റിയുടെ എക്സ്റ്റെൻഡിൽ എനിക്കറിയാം. അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. വി ആർ ഓൾ എഡ്യൂക്കേറ്റഡ്, നല്ലതായിട്ട് പെരുമാറാൻ അറിയാം, നമ്മൾ വെൽ ബിഹേവ്ഡ് ആണ്, നമ്മൾ നല്ല മര്യാദയുള്ളവരാണ്, താഴ്മയോടെ പെരുമാറാനായിട്ട് സാധിക്കും, ഏത് ഗ്രൂപ്പിൽ ചെന്നാലും നമ്മൾക്കൊരു അക്സെപ്റ്റൻസ് കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, നമ്മൾ സ്വയം നമ്മളെ പ്രോത്സാഹിപ്പിക്കുക, നമ്മുടെ ചിയർ ലീഡർ ആകുക. അപ്പോൾ നമുക്കൊന്നും ചെയ്യണ്ട. എല്ലാ ദിവസവും എഴുന്നേറ്റൊരു ഒരു സെൽഫ് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക. നമ്മൾ തന്നെ നമ്മളെ ഒന്ന് പാറ്റ് ചെയ്യുക. വേറെ ആരും നമ്മളെ എൻകറേജ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ പാറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ there is a God part in you. ഒരു ദൈവത്തിന്റെ ഒരു ഭാഗം നമ്മുടെ ഉള്ളിലുണ്ട്. ദ കോൺഷ്യസ്നെസ്, നമ്മളുടെ ആ ബോധം, ദൈവത്തിന്റെ പങ്കുണ്ടെന്നുള്ള ബോധം നമ്മുടെ ശുദ്ധമായ നമ്മൾ ഓരോരുത്തരും, ദ പ്യുവർ സെൽഫ്, ലേൺ ടു ലിസൺ ടു ദ വോയിസ് ഓഫ് ദാറ്റ് ഗ്രേറ്റ് പവർ. അപ്പൊ നമ്മുടെ ഗട്ട് ഫീലിംഗ്, നമ്മുടെ ഇൻറ്റ്യൂഷൻ, അല്ലെ നമ്മുടെ അവബോധം എന്ന് പറയുന്നത് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. യു ഷുഡ് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. അത് prayer is talking to God and intuition is God talking to you. ലോകപ്രസിദ്ധനായിട്ടുള്ള ക്രിസ്ത്യൻ ഓതർ റൈറ്റർ വെയിൻ ഡയറിന്റെ ഒരു കൊട്ടേഷൻ ഞാനിപ്പോ പറഞ്ഞത്. prayer is talking to God and intuition is God talking to you. അപ്പൊ നമുക്ക് മനുഷ്യനെ ട്രസ്റ്റ് ചെയ്യാവുന്ന, ഏറ്റവും വിശ്വസിക്കാവുന്ന കാര്യം നമ്മുടെ ഇൻറ്റ്യൂഷൻ, അവബോധത്തെ, അന്തർജ്ഞാനത്തെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വയം സംസാരിക്കുമ്പോൾ നമ്മൾ നല്ല ചിന്തകൾ മാത്രം വിടുക. സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, 70,000 60,000 മുതൽ 70,000 ചിന്തകൾ വരും. അതിലെ നല്ലൊരു ശതമാനം ചിന്തകളും നമ്മൾ ഇന്നലെ ചിന്തിച്ച അതേ ചിന്തകളായിരിക്കും എന്ന് പറഞ്ഞു. ആ ചിന്തകളിലെ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും കൂടുതലും വരുന്നത്. നെഗറ്റീവ് തോട്ട്സ് ഇൻ ദ സെൻസ് ഭയം, ആകുല ചിന്ത, നിരാശ, പരാജയബോധം, വെറുപ്പ്, നിന്ന, അസൂയ, അഹങ്കാരം, മടി, അലസത, കോപമൊക്കെയാണ്. ശരിക്കും ഓൾമൈറ്റി ഗോഡ് നമ്മുടെ ബ്രെയിനിനെ പ്രോസസ് ചെയ്തപ്പോൾ ശുഭകരമായ ക്രിയാത്മക ചിന്തകൾ മാത്രം എടുക്കത്തക്ക രീതിയിലാണ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്. അത് സ്നേഹവും വിശ്വാസവും സത്യസന്ധതയും ആത്മാർത്ഥതയും അർപ്പണബോധവും ധീരതയും
ഉണർവും ഉന്മേഷവും ശുഷ്കാന്തിയും ദയയും കരുണയും ഒക്കെയാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ലോകത്തിലുള്ള ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ കൊലപാതകവും പീഡനത്തെ പറ്റിയുള്ള ന്യൂസുകളും കഥകളും ഒക്കെ വായിച്ച് ചരമക്കോളം ഒക്കെ വായിച്ച് നമ്മുടെ തോട്ട് പ്രോസസ്സ് നെഗറ്റീവ് ആക്കി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾക്ക് ഇഫ് യു ആർ നെഗറ്റീവ് യു ആർ ലൈക്ലി ടു നമ്മൾ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പോസിറ്റീവ് തോട്ട്സ് മാത്രം എടുത്ത് നോക്കുക. എന്തുകൊണ്ടാണ് ആ പോസിറ്റീവ് തോട്ട്സ് എങ്ങനെയാണ് നമുക്ക് നമ്മളെ സ്വാധീനിക്കുന്നതിനെ പറ്റി നമുക്ക് അടുത്ത സ്ലൈഡ് വരും. പിന്നെ പ്രകൃതിയുടെ ഏറ്റവും മികച്ച സമ്മാനം എന്ന് പറയാൻ നമ്മുടെ ബ്രത്താണ്, ശ്വാസം. ഇതൊരു അത്ഭുതകരമായ സമ്മാനമാണ്. ഇതിനെപ്പറ്റി നമ്മൾ നന്ദിയുള്ളവരായിട്ടിരിക്കണം. കാരണം നമ്മുടെ ശ്വാസം നമ്മുടെ ഉള്ളിലോട്ട് വരച്ചിട്ട് നിന്നുപോയാൽ അതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുകയാണ്. ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഓഫ് നേച്ചറാണ് നമ്മളുടെ ശ്വാസം. അപ്പൊ നമ്മൾ അതിനുവേണ്ടി വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ ബിക്കോസ് വി ആർ ലിവിങ് ടുഡേ. നാളെ നമ്മൾ ജീവിക്കുന്ന ഉറപ്പില്ല. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. പിന്നീട് നമുക്ക് സന്തോഷം ഉളവാക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ലൈഫ് ലോങ് ലേണിംഗ് മൈൻഡ് സെറ്റ്, ഒരു ആജീവനാന്ത പഠന മനോഭാവം. അതായത് ഒരു കണ്ടിന്യൂസ് എംബ്രൈസിങ് കണ്ടിന്യൂസ് ലേണിംഗ് വിച്ച് കീപ്സ് അസ് ഗ്രോയിങ് ആൻഡ് ഇവോൾവിങ്. അത് പ്രൊഫഷണലായിട്ടും പേഴ്സണലായിട്ടും നമ്മൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളൊരു 50 വയസ്സ് 60 വയസ്സൊക്കെ നമ്മൾ 55 വയസ്സൊക്കെ നമ്മുടെ ജോലിയിൽ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാര്യമായിട്ട് പഠിക്കാറൊന്നുമില്ല. ആൻഡ് കീപ് ലേണിംഗ് ആൻഡ് നെവർ സ്റ്റോപ്പ് ലേണിംഗ് ആൻഡ് കീപ് യുവർ മൈൻഡ് ഓപ്പൺ. സ്വതന്ത്രമായി മനസ്സിലൂടെ ചിന്തകളെ കടത്തിവിടുക. പഠനവും പരിശീലനവും നമ്മളെ പരിപൂർണരാക്കും. ഇനിയൊന്ന് പഠിക്കാനെല്ലാം തോന്നുമ്പോൾ നമ്മുടെ യാത്ര പുറകോട്ടാകും. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഒരിക്കലും പ്രായമുള്ള ആളായിട്ട് മാറത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടാകും. ആ അപ്ഗ്രഡേഷനിലൂടെയാണ് നമ്മൾക്ക് ഈ ലോകത്തിലെ മുമ്പോട്ട് പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് മാറാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും പുതിയ കാര്യങ്ങൾ, ചേഞ്ചസിനെ പറ്റി. ആൻഡ് ചേഞ്ച് ഈസ് ദ ഓൺലി കോൺസ്റ്റന്റ് തിങ് ഇൻ ലൈഫ്. ആൻഡ് ഇഫ് യു ആർ നോട്ട് സസെപ്റ്റബിൾ ടു ചേഞ്ച് വി വിൽ പെരിഷ്. ഞങ്ങൾ ബാങ്കിലൊക്കെ പോകുന്ന കാലത്ത് നമ്മൾ ലെഡ്ജറിലായിരുന്നു അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ലെഡ്ജർ ഇല്ല, ഇപ്പൊ കംപ്ലീറ്റ് കമ്പ്യൂട്ടറിലാണ്. അത് ഓരോ അക്കൗണ്ട് ഫോളോ എടുത്ത് നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യും. ഇപ്പൊ അങ്ങനെയല്ല, ഒരു കമാൻഡ് കൊടുത്ത് എല്ലാത്തിനകത്തും വരും. എല്ലാ അക്കൗണ്ടിലേക്കും ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്യും. ബാങ്കിലെ മൊത്തത്തിലുള്ള അക്കൗണ്ട്സിലേക്കും വരും. അപ്പൊ അതിനനുസരിച്ച് അതാണ് നമ്മൾ ലോകത്തിലെ ഡിജിറ്റൽ യുഗത്തിൽ വന്ന മാറ്റങ്ങൾ. പണ്ട് നമ്മൾ ബാങ്കിൽ പോയായിരുന്നു ക്യാഷ് എടുക്കുന്നത്. ഇപ്പൊ ബാങ്കിൽ പോയാലും ക്യാഷ് എടുക്കാറില്ല. ഇപ്പൊ നമ്മൾ ഗൂഗിൾ പേ, ഓൺലൈൻ ഫോൺ പേ ഒക്കെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ്. More than 95% of the transactions in India are over net, digitalized. Developed countries like 99.9% digitalized. സോ ഇതിനനുസരിച്ച് നമുക്ക് ഞാൻ അത് ചെയ്യത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ബാങ്കിൽ പോയി ചെക്ക് എഴുതിയ പണം എടുക്കത്തുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ലേണിങ്ങിന്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, ഇഫ് യു ലേൺ ന്യൂ തിങ്സ്, പ്രത്യേകിച്ച് നമ്മളൊരു പുതിയ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ യു വിൽ ബി എ ന്യൂ സോൾ, ഒരു പുതിയ ആത്മാവായിട്ട് മാറുകയാണ്. അപ്പോൾ 1, 2, 3, 4 ലാംഗ്വേജ് അറിയാവുന്നൊരു ഡിഫറെന്റ് ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുകയാണ്. പിന്നീട് ഈ ലേണിങ്ങിന്റെ കൂട്ടത്തിനുള്ള ഒരു സെൽഫ് എംപവർമെന്റ്. ആത്യന്തികമായി നാം നമ്മുടെ ജീവിതത്തിന്റെ ശില്പികളാണ്. വി ആർ ആർക്കിടെക്ട്സ് ഓഫ് അവർ ഓൺ ലൈഫ്. നമ്മുടെ വളർച്ചയുടെയും സന്തോഷത്തിന്റെയും ഉത്തരവാദിത്വം നാം തന്നെ സ്വന്തമായിട്ട് ഏറ്റെടുക്കുകയും നമ്മൾ വളരുകയും വികസിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നന്മയുണ്ടാകുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും സെൽഫ് എംപവർമെന്റിന്റെ നമ്മൾ എംപവേർഡ് ആകുമ്പോൾ നമ്മൾക്ക് ഒരു ഡ്യൂട്ടിയും കൂടെ ഉണ്ട്. യു ഹാവ് ടു എംപവർ അതേഴ്സ് ടു ഗ്രോ. എബിലിറ്റി ടു മേക്ക് അതേഴ്സ് എംപവേർഡ് ഈസ് ഒരു വലിയൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ അത് ചെയ്യാറില്ല. ആൻഡ് നോളജ് ഈസ് ദ ഓൺലി ട്രഷർ വിച്ച് ഇൻക്രീസ് ഓൺ ഷെയറിങ്. മറ്റുള്ളവരുമായിട്ട് നമ്മളുടെ അറിവ് പങ്കുവെക്കുക. ഞാൻ ഈ കേൾക്കുന്ന ആളുകളൊക്കെ വളരെ ഹയർ പൊസിഷനിൽ നല്ല ലേൺഡ് ആയിട്ടുള്ള
വളരെ അറിവുള്ള ആളുകളാണ്. നമ്മളൊന്ന് പക്ഷെ അതൊന്ന് ഷെയർ ചെയ്താൽ നമ്മുടെ സൊസൈറ്റി എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയാണ്. ഹാപ്പിനെസ് ഇസ് എ കെമിക്കൽ എക്സ്പീരിയൻസ്. ഞാനൊരു 5 വർഷം മുമ്പ് ഒരു പത്രത്തിൽ എനിക്കൊരു കോളം ഉണ്ടായിരുന്നു. ഇപ്പം ഹാപ്പിനെസ് ഇസ് എ കെമിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ എഴുതിയായിരുന്നു. ബേസിക്കായിട്ട് ഞാൻ ഫിസിയോളജി, ഹ്യൂമൻ ഫിസിയോളജി പഠിച്ചുകൊണ്ട് അന്ന് പഠിച്ചതിനെ അടിസ്ഥാനമാക്കേണ്ട ആർട്ടിക്കിൾ എഴുതി. അതായത് സന്തോഷം എന്ന് പറയുന്ന രാസ അനുഭവമാണ്. അപ്പൊ എന്താണ് ഈ രാസപ്രവർത്തനം എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുമ്പോൾ എൻഡോർഫിൻസ് സെക്രീറ്റ് ചെയ്യുന്നു. നമ്മൾ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ, ചെറിയ ചെറിയ ഗോൾസ് ഒക്കെ അറ്റൈൻ ചെയ്യുമ്പോൾ നമ്മൾ വി ഗെറ്റ് ഡോപ്പമൈൻ. അപ്പൊ നമ്മൾ ആളുകളോട് നന്നായിട്ടൊക്കെ പെരുമാറുന്നുണ്ട്, നമ്മുടെ ബ്രെയിനിൽ നിന്ന് സെറോട്ടോണിനെ സെക്രീറ്റ് ചെയ്യും. നമ്മൾ നമ്മുടെ മക്കളെയോ ഫാമിലി മെമ്പേഴ്സിനെ, പേരൻസിനെയോ ഒക്കെ ഒന്ന് ഹഗ് ചെയ്യുമ്പം നമ്മളുടെ ബ്രെയിനിൽ നിന്ന് ഓക്സിറ്റോസിന് സെക്രീറ്റ് ചെയ്യും. ഈ 4 എൻസൈംസ്, എൻഡോർഫിൻസും ഡോപ്പോമൈനും സെറോട്ടോണിനും ഓക്സിറ്റോസിനും നമുക്ക് ഡെയിലി ബ്രെയിനിൽ നിന്ന് സെക്രീറ്റ് ചെയ്താൽ വി വിൽ ബി ഹാപ്പി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയാം. നമ്മൾ വ്യായാമം ചെയ്താൽ നമുക്ക് എൻഡോർഫിൻ സെക്രീറ്റ് ചെയ്യും. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നേടുമ്പോൾ ഡോപ്പോമൈൻ സെക്രീറ്റ് ചെയ്യും. സെറോട്ടോണിൻ ലഭിക്കാൻ നമ്മൾ നല്ലവരായിട്ട് നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുക. ഓക്സിറ്റോസിൻ ലഭിക്കാൻ നമ്മുടെ കുട്ടികളെയും സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയൊക്കെ ഹഗ് ചെയ്യുക, ക്ഷയിക്കാൻ എടുക്കുക, ടച്ചിലൂടെ, നേരത്തെ ഞാൻ പറഞ്ഞ ടച്ചിലൂടെ നമ്മൾക്ക് സാധിക്കും. അപ്പം ഈ 4 എൻസൈംസ്, ദൈവം നന്നായിരിക്കുന്ന 4 എൻസൈംസ് നമുക്ക് ബ്രെയിനിൽ നിന്ന് നമ്മളുടെ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ സെക്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇത്. ഇതിന് നമ്മൾക്ക് തന്നെ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ നമ്മൾക്ക് നിയന്ത്രിക്കുകയും അൺവാണ്ടഡ് ആയിട്ടുള്ള വെൻ നെഗറ്റീവ് തോട്ട്സ് ഇൻവേഡ് യുവർ മൈൻഡ്, ജസ്റ്റ് ബാനിഷ് ദം ഓഫ്. നമ്മൾ നിർദ്ദേശം കൊടുത്താൽ, ഞാനൊരു ഏകദേശം ഒരു 9 വർഷം മുമ്പ് എനിക്ക് രാത്രിയിലൊക്കെ ചില സമയത്ത് ഇരിക്കുമ്പോൾ ദുസ്വപ്നങ്ങളൊക്കെ കാണുമായിരുന്നു. അപ്പൊ ഞാനിത് എൻ്റെ ബ്രെയിനിലേക്കൊന്ന് പഠിച്ചു നോക്കി. ഞാൻ എന്നോട് പറഞ്ഞു എനിക്ക് നെഗറ്റീവ് തോട്ട്സ് എനിക്ക് ആവശ്യമില്ല, ഞാൻ പോസിറ്റീവ് തോട്ട്സ് സംസാരിക്കുന്ന ആളാണ്, ഐ ഡോണ്ട് വാണ്ട് നെഗറ്റീവ് തോട്ട്സ്, എനിക്ക് ഇനിയും ഞാൻ മരണം വരെ എനിക്ക് നെഗറ്റീവ് തോട്ട്സ് തരരുതെന്ന് ഒരു ദിവസം രാത്രിയിൽ എഴുന്നേറ്റ് ഒരു 3-4 പ്രാവശ്യം അങ്ങ് പറഞ്ഞു. അതിനുശേഷം 9 വർഷമായിട്ട് എൻ്റെ ഓർമ്മയിൽ എനിക്ക് നെഗറ്റീവ് തോട്ട്സ് വന്നിട്ടില്ല. ഇത് 100% സത്യമാണ്. നമ്മൾക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന, നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് വരുന്ന നിർദ്ദേശങ്ങളുടെ നമ്മുടെ വരുതിയിലാക്കാൻ സാധിക്കും. only thing that നമുക്ക് ബ്രെയിനിനെ പേടിയാം. ബ്രെയിൻ ഈസ് ഹാർഡ്വെയർ ആൻഡ് മൈൻഡ് ഈസ് സോഫ്റ്റ്വെയർ. ഈ കറക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ബ്രെയിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. യു എൻഷുർ ദാറ്റ് യു ഇൻസ്റ്റാൾ ഗുഡ് പോസിറ്റീവ് സോഫ്റ്റ്വെയർ ഇൻ യുവർ ബ്രെയിൻ. അപ്പൊ അതുകൊണ്ട് ഈ 4 എൻഡോർഫിൻസിനെയും ഡോപ്പോമൈനെയും സെറോട്ടോണിനെയും ഓക്സിറ്റോസിനെ പറ്റിയൊക്കെ നിങ്ങൾ ചുമ്മാ സർഫ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ AI ടൂൾസിൽ കൂടെ ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പൊ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ദീസ് ഹോർമോൺസ് ആസ് വി നീഡ് ഓൾ ദ 4 ഓഫ് ദം ടു സ്റ്റേ ഹാപ്പി. അത് എപ്പോഴും ഓർക്കുക, ഈ 4 എൻസൈംസിന്റെ കാര്യം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എൻഡോർഫിൻസ്, ഡോപ്പോമൈൻ, സെറോട്ടോണിൻ ആൻഡ് ഓക്സിറ്റോസിൻ. പിന്നെ നമ്മൾ ചിരിക്കുക. മനുഷ്യന് മാത്രമേ ചിരിക്കാൻ ദൈവം കഴിവ് കൊടുത്തുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ ചിരിക്കാറില്ല, നമ്മൾ മസിൽ പിടിച്ചിരിക്കും. സ്മൈലിംഗ് ക്യാൻ ആക്ച്വലി മേക്ക് യു ഫീൽ ഹാപ്പിയർ ബൈ റിലീസിങ് ഡോപ്പോമൈൻ ഫ്രം അവർ ബ്രെയിൻ. കൂടുതൽ ചിരിക്കുന്നവർ, മലയാളി പറയാം, കൂടുതൽ ചിരിക്കുമ്പോൾ കൂടുതൽ ജീവിച്ചിരിക്കുന്നവർ. ആക്ച്വലി നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടുന്നതാണ്. പോസിറ്റീവായിട്ടുള്ള ചിരിക്കുന്നുണ്ടെ ഈ ഡോപ്പോമൈനൊക്കെ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് രോഗങ്ങളൊന്നും വരത്തില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം തോന്നുകയും ചെയ്യും. നേരത്തെ സൂചിപ്പിച്ചു, ലൈഫ് ഈസ് നോട്ട് ഓൾവേസ് പെർഫെക്റ്റ്. ജീവിതം ഒരു റോഡ് പോലെയാണ്. ഇറ്റ് ഹാസ് മെനി ബെൻഡ്സ്, അപ്സ് ആൻഡ് ഡൗൺസ്. പക്ഷെ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദ ലൈഫ്. എപ്പോഴും പൂർണ്ണമല്ല. നമ്മുടെ റോഡ് പോലെയാണ് നമ്മുടെ ജീവിതം. കയറ്റവും ഇറക്കവും വളവും തിരിവും ഒക്കെ ഉണ്ട്. അതാണ് ജീവിതത്തിന്റെ ഭംഗി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരിക്കൽ കൂടി പറയുന്നു, റിയൽ പവർ കംസ് ബൈ എംപവറിങ് അതേഴ്സ്. മറ്റുള്ളവരെ ശാക്തീകരിക്കുന്നതിലൂടെയാണ് യഥാർത്ഥമായ ശക്തി ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ആസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, നല്ല ലേൺഡ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, നമ്മളെക്കാളും കഴിവ് കുറഞ്ഞ ആളുകളെയും
നമ്മളെക്കാളും അവസരങ്ങൾ കുറഞ്ഞ ആളുകളെയും എംപവർ ചെയ്യണമെന്ന് ഞാൻ വളരെ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ലിവ് യുവർ ലൈഫ് ഫോർ യു. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കായി നിങ്ങൾ ജീവിച്ചിരിക്കണം. ലൈഫ് ഈസ് എ ഫൈനൽ സ്റ്റേ ഷോ. ദർ ഇസ് നോ റിഹേഴ്സൽ ഫോർ യുവർ ലൈഫ്. ദർ ഇസ് നോ റീടേക്ക്, നോ എഡിറ്റിംഗ്, നോ ഡബിംഗ്, നോ പ്രീവ്യൂ. ദിസ് ഈസ് എ ഫൈനൽ സ്റ്റേ ഷോ. അപ്പൊ നിങ്ങൾക്കായിട്ട് മാത്രം ജീവിക്കുക. വി മേ നോട്ട് ലീവ് ടുമോറോ. എൻജോയ് യുവർ ലൈഫ്. വി ഓൺലി ലീവ് വൺസ്. ജീവിതം ആസ്വദിക്കുക. നമ്മൾ ഒരിക്കൽ മാത്രമേ ജീവിക്കത്തുള്ളൂ. അത് സന്തോഷമുള്ളവാക്കി തന്നെ ജീവിക്കുക. നമ്മളൊന്ന് ഈ ഒരു ന്യൂ ഇയറിലെ നമ്മൾ റെസൊല്യൂഷൻ എടുക്കുക. ഞാൻ സന്തോഷവാനായിരിക്കും. Why Almighty God gave life this of ours? Because we are strong enough to live it. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവം തന്ന കഴിവുകള് എക്സ്പ്ലോർ ആൻഡ് എക്സ്പ്ലോയിറ്റ് ദ പൊട്ടൻഷ്യൽസ് ആൻഡ് പോസിബിലിറ്റീസ് ഓഫ് അവർ ലൈഫ്. ജീവിതത്തിന്റെ സാധ്യതകളെ ഉപയോഗിക്കുക, അവസരങ്ങൾ ശരിയായിട്ട് വിനിയോഗിക്കുക. എപ്പോഴും നമ്മൾ ദൈവത്തിനോട് നന്ദി പറയേണ്ടത് നമ്മൾക്ക് നല്ലൊരു ജീവിതം നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ അവസരങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ യുവർ ടാലന്റ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് ആൻഡ് വാട്ട് യു ഡു ഈസ് യുവർ ഗിഫ്റ്റ് ബാക്ക് ടു ഗോഡ്. എല്ലാവർക്കും എന്തെങ്കിലും കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് നമ്മൾക്ക് ദൈവത്തിന് തിരിച്ചു നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. പലപ്പോഴും നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കാതെ നമ്മൾ മണ്ണടിയുക ചെയ്യുന്നത്. ഈ 2025 നമ്മുടെ ഓരോരുത്തരുടെയും കഴിവൊന്ന് കണ്ടെത്തുക. I choose to make the rest of my life the best of my life. എൻ്റെ ബാക്കിയുള്ള ജീവിതം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ചതാക്കാൻ ഞാൻ ഇന്ന് തീരുമാനമെടുക്കുന്നു. ഞാൻ ഇന്നത് തിരഞ്ഞെടുക്കുന്നു. ലൈഫ് ഈസ് ഷോർട്ട്. വളരെ ചെറിയ ഹ്രസ്വമായ ജീവിതമാണ്. സ്പെൻഡ് ഇറ്റ് വിത്ത് പീപ്പിൾ ഹു മേക്ക് യു ലാഫ് ആൻഡ് ഫീൽ ലൗഡ്. വളരെ ചെറുതാണ് ജീവിതം. നമ്മളെ ചിരിപ്പിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായി സമയം ചെലവഴിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തുക. പ്രൊട്ടക്ട് യുവർ പീസ് അറ്റ് ഓൾ കോസ്റ്റ്. നമ്മുടെ കാര്യത്തിൽ ശരിയായ ശ്രദ്ധ പുലർത്തുക. എന്ത് വില കൊടുത്തും നമ്മളുടെ സമാധാനം നമ്മൾ പറയാം. പ്രതിദിനം നമ്മൾ നന്ദി പറയേണ്ട ആരാന്നല്ലോ? നിങ്ങളുടെ ജീവിതത്തിന്റെ മൂല്യം തരുന്ന ഓരോരുത്തരോടും പ്രത്യേകം നന്ദി പറയുക. നമുക്ക് സന്തോഷമില്ലായ്മ, അശാന്തിയും പ്രയോജനകരമല്ലാത്ത ആളുകളിൽ നിന്ന് നമ്മൾ അകലം പാലിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഒരു മെസ്സേജ് ഒക്കെ വല്ലപ്പോഴും അയക്കുക. ഫാമിലി മെമ്പേഴ്സിനൊക്കെ. My dear good friends, you are limited, you are created limitless. അനന്തമായി വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് നിങ്ങളെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. എല്ലാ ശക്തിയും നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ലോകത്തിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കാത്തതായിട്ടൊന്നുമില്ല. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു കൊട്ടേഷനാണ്. എല്ലാ ശക്തിയും നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയും. നമ്മൾ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ഇല്ലാതെ നമ്മൾക്ക് എവരിത്തിങ് ഈസ് പോസിബിൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ടേക്ക് തിങ്സ് ടു ഹാർട്ട്, ഹാവ് എ ബേണിംഗ് ഡിസയർ ആൻഡ് സ്കൈ ഈസ് ദ ലിമിറ്റ്. വലിയ കാര്യങ്ങൾക്കായിട്ടാണ് നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് നമ്മളെ പറ്റി ഒരു പദ്ധതിയുണ്ട്. എല്ലാ ശക്തിയും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾക്ക് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ലോകത്തിലൊന്നുമില്ല. You have a space in this world. You have to capture and conquer your space. ലോകത്തിൽ the only person who can defeat you is you. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. A saint is sleeping in all of us. Wake it up and be a lively saint who can inspire, encourage and elevates you. നമ്മളുടെ ഉള്ളിൽ ഉറങ്ങുന്ന അവിശുദ്ധനെ ഒന്ന് ഉണർത്തുക. നമ്മളെ ഓരോരുത്തരെയും ഉയർത്താനും പ്രോത്സാഹിപ്പിക്കാനും അഭിനന്ദിക്കാനും പ്രചോദനം നൽകാൻ കഴിയുന്ന ഒരു വിശുദ്ധനാണ്. ഉണർന്ന് ഒരു സജീവ വിശുദ്ധനാകുക. എനിക്ക് ഇങ്ങനെ അവസരം നൽകിയ ഇതിന്റെ അഡ്മിൻ പാനലിനും പ്രത്യേകിച്ച് വിൽസനും എന്നെ കേട്ടുകൊണ്ടുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ വിഷ് ഗുഡ് ലക്ക്. മേ ഗോഡ് ബ്ലെസ് യു വെരി മച്ച്. അപ്പൊ സാറിന്റെ പ്രഭാഷണം തീരരുതെന്ന് റിയലി ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. കാരണം
എനിക്കറിയത്തില്ല, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇടയ്ക്ക് സാറിന്റെ നെറ്റ് ഒന്ന് പോയപ്പോഴേ ഞാൻ വിചാരിച്ചു സാറ് നിർത്തിയതാണോ ഇനി എന്റെ നെറ്റാണോ പോയതെന്നൊരു സംശയം വന്നായിരുന്നു. ഏതായാലും കൊള്ളാം. ഏകദേശം ഒരു 45 മിനിറ്റ് നേരം ഞങ്ങളെ കോരിത്തരിപ്പിച്ച അപ്പു സാറിനോട് വളരെയധികം നന്ദി പറയുന്നു. സാറിന്റെ പറഞ്ഞ പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ പോയിന്റും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മിക്കവാറും പലരും എഴുതുന്നതായിട്ട് ഞാൻ കണ്ടു. സാറ് തുടങ്ങിയത് നമ്മൾ നമ്മളോട് തന്നെ കരുണയുള്ളവരാകണമെന്നും നമ്മൾ നമ്മെ പരിചരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. വളരെ അർത്ഥവത്തായ കാര്യമാണ്. നമ്മുടെ ജീവിത ഓട്ടത്തിനിടയിൽ നമ്മൾ നമ്മളെ കാണാതെ പോവുകയാണ് പലപ്പോഴും. അതുപോലെ ബന്ധപ്പെട്ടവരോട്, നമ്മുടെ ബന്ധുമിത്രാദികളോടും നമ്മുടെ ഏറ്റവും നമ്മളോട് സഹകരിക്കുന്നവരോട് അവരെ സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറയണമെന്നുള്ള അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു വലിയ പരാജയമാണ്. കാരണം സ്നേഹം ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. അതുപോലെ യാത്ര ചെയ്യുക, അറിയാത്ത സ്ഥലങ്ങൾ കാണുക, പുതിയ പുതിയ സ്ഥലങ്ങളും നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണമെന്നുള്ള പറഞ്ഞു. അതുപോലെ കൂട്ടത്തിൽ ആരോഗ്യത്തിന് വേണ്ടി ഉറക്കം അത്യാവശ്യമാണെന്ന് സാറിന്ന് അടിവരയിട്ട് പറഞ്ഞു. ഏറ്റവും ഒരു കമ്മ്യൂണിറ്റി ബന്ധങ്ങൾ നിലനിർത്തണം. വല്ലപ്പോഴും ഒക്കെയും നമ്മുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഫോൺ വിളിക്കുക. അതുപോലെ AI പോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം. നമ്മളെ ഈ ലോകത്തിലെ ആ പഴഞ്ചൻ രീതിയിൽ നിൽക്കാതെ അപ്ഡേറ്റ് ചെയ്ത് പോകണമെന്ന് സാർ പറഞ്ഞു. അതുപോലെ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഒരു ബന്ധം എപ്പോഴും ബിൽഡപ്പ് ചെയ്ത് നിലനിർത്തണമെന്ന് ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണമെന്നുള്ള അതൊരു വലിയ കാര്യമാണ്. നമുക്ക് മറ്റാരുടെയും സഹായമില്ലാതെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് വളരെ എല്ലാവരും ഈ പുതിയ വർഷത്തിൽ ചെയ്യണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിന്റെ അംശം നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ ദൈവം സൃഷ്ടിച്ച പോസിറ്റീവ് ചിന്തകളായിരുന്നു. പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ രീതികളും നെഗറ്റീവ് ചിന്തകളിലേക്ക് പോകുന്നത് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചിന്തകളിൽ എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു. ശ്വാസം, ബ്രീത്തിങ് ഒരു ദൈവം തന്ന ഏറ്റവും വലിയ വരദാനമാണ്. അത് ഭംഗിയായിട്ട് ഉപയോഗിക്കണം. അതായത് ശ്വാസം നന്നായിട്ട് ചെയ്താൽ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വർധനമുണ്ടാകും. അത് പ്രത്യേകം സാർ ഓർമ്മിപ്പിച്ചു. പിന്നെ അതുപോലെ പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ പുതിയൊരു ആത്മാവ് ലഭിക്കുന്നു എന്ന് പറഞ്ഞു. അതിനേക്കാള് ഈ ശരീരത്തെ 4 ഹോർമോണുകളാണ് നമ്മളെ നന്മയിലേക്ക് നയിക്കുവാൻ ഉപയോഗിക്കുന്നത്. ആ 4 ഹോർമോണുകളും നമ്മളുടെ കയ്യിൽ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നേടിയെടുക്കാവുന്നതാണ്. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അതൊന്ന് ഓർപ്പിച്ചതിന് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. അതുപോലെ നമ്മളെ എല്ലാം ആകുമ്പോൾ തന്നെയും മറ്റുള്ളവരെ എംപവർ ചെയ്യണമെന്നുള്ളത് അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയാണ് മറ്റുള്ളവരെ എംപവർ ചെയ്യുക എന്നുള്ളത്. പിന്നെ ജീവിതം ആസ്വദിക്കുക. ലൈഫ് ഒന്നേ ഉള്ളൂ. നമ്മുടെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാതെ പോയ ഒരു സംഗതിയാണ്. ജീവിതം ആസ്വദിക്കാൻ മറന്നവരാണ് നമ്മള്. ഈ പുതിയ വർഷം ജീവിതം ആസ്വദിക്കുവാനായിട്ട് നമ്മള് ഒരുങ്ങണം. ദൈവം സൃഷ്ടിച്ച നന്മകള്, ദൈവത്തിന്റെ ലോകം, അത് നമുക്കും കൂടെ ആസ്വദിക്കാനാണെന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ദൈവത്തിന് നമ്മളെ കൊണ്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ഇതെല്ലാം ഒന്നിനൊന്നിന് എനിക്ക് സാറേ സത്യം ഞാൻ തുറന്നു അറിയാം. ഈ പുതിയ വർഷം നമ്മുടെ ലൈറ്റഡ് ടു ലൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ആൾക്കാരും ഒരു നല്ല മനസ്സോടുകൂടി ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ സാറിനെ വളരെ ഇതായിട്ട് അപ്രോച്ച് ചെയ്ത് സാറിന്റെ രോഗാവസ്ഥയിൽ പോലും നിർബന്ധിക്കുകയും സാർ അതിന് സമ്മതിക്കുകയൊക്കെ ചെയ്തത്. സത്യത്തിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മോട്ടിവേഷൻ എനിക്ക് എപ്പോഴും ആവശ്യമാണ്. മോട്ടിവേഷനിൽ കൂടിയാണ് പല പല അച്ചീവ്മെന്റുകളും ജീവിതത്തിൽ ചെറിയ ചെറിയ അച്ചീവ്മെന്റുകളാണെങ്കിൽ പോലും നേടാൻ സാധിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു പുതുവത്സര ആഴ്ചയില്, പുതിയ വർഷത്തിന്റെ ഈ ആഴ്ചയില് സാറിന്റെ ഏറ്റവും വലിയ ഒരു പ്രഭാഷണമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. ഇനി നമുക്കൊരു ഓപ്പൺ ഫോറമാണ്. അതിനകത്ത് കാര്യങ്ങൾ, ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആഡ് ചെയ്യാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അവസരമുണ്ട്.
അതിനു മുമ്പ് നമ്മുടെ ഒരു അറിയിപ്പുള്ളത് നമ്മുടെ അഡ്മിൻ കൂടിയായ VI ജേക്കബ് സാർ അറിയിക്കുന്നതായിരിക്കും. അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. നമ്മുടെ ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ അടുത്ത വെബിനാർ, അതായത് 234ാമത് വെബിനാർ, 2-3-4 വെബിനാർ അടുത്ത ജാനുവരി 11 തീയതി 2025 ജാനുവരി 11 പതിവ് പോലെ ശനിയാഴ്ച രാത്രി 8:30 മണിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. വെബിനാറിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ്. ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. അടുത്ത വെബിനാറിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊള്ളുന്നു. ഇതാണ് അനൗൺസ്മെന്റ്. താങ്ക് യു സാറേ. നമുക്ക് ഇപ്പോഴേ ഈ കേട്ട വിഷയത്തിനെ ആസ്പദമാക്കി ചർച്ചയാണ്. ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു സിസ്റ്റത്തിൽ ഹാൻഡ് റൈസ് ചെയ്യുകയോ ചാറ്റ് ബോക്സിൽ അവരുടെ പേര് എഴുതിയോ ഇടുകയാണെങ്കിൽ ആ ക്രമം അനുസരിച്ച് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതിനെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണം. ഈ വിഷയത്തിൽ ഒരു നല്ലൊരു ചർച്ചയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആരും ഇതുവരെ ഹാൻഡ് റൈസ് ചെയ്തില്ല. അപ്പോഴേ ഞാൻ അപ്പു സാറിനോട് 1-2 കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ മികച്ച അഡ്വൈസുകളാണ്. പക്ഷേ നമ്മളൊക്കെ ഈ പ്രതിജ്ഞകൾ എടുക്കാൻ നമുക്കൊക്കെ നല്ല കഴിവുകളും ഉണ്ട്. അത് ചെയ്യാനായിട്ട് നമ്മൾ മുന്നോട്ട് വരികയും ചെയ്യും. ചില സമയത്ത് ഇപ്പം തന്നെ പുതുവത്സരത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിജ്ഞകൾ ജീവിതത്തിൽ ആൾക്കാർ എടുക്കുന്നത്. പക്ഷേ ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ അത് സ്വയം അങ്ങ് ഇല്ലാതാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊക്കെ ഇപ്പം തന്നെ ഇവിടെ മോട്ടിവേറ്റ് ചെയ്തു നമ്മളെല്ലാം ആവേശഭരിതമായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ നമുക്കൊരു ചെറിയ പരാജയം വരുമ്പോൾ നമ്മൾ ടോട്ടലി അങ്ങ് ഈ പ്രതിജ്ഞകളും എല്ലാം വിട്ടിട്ട് നമ്മളെ ഉൾവലിയുന്ന ഒരു പ്രവണത പലർക്കും ഉണ്ട്. ചില നിരാശാജനകമായ സംഭവങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ചവരും നമ്മളെ വിശ്വസിച്ചവരും നമ്മളെ പിന്നിൽ നിന്ന് കുത്തുകയും അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് തകർന്നു പോവുക. അതുവരെ ഉയർത്തിക്കൊണ്ട് വന്ന മോട്ടിവേഷനൊക്കെ ആ ഒരു സമയത്ത് അങ്ങ് ഇല്ലാതെ പോകുന്ന ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഞാൻ ഉൾപ്പെടെ പലർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കാമെന്ന് സാറിനൊന്ന് പറയാൻ പറ്റുമോ? സാറേ 1-to-1 ആൻസർ ആണ്. ഓക്കെ. സാധാരണഗതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എന്ന് പറഞ്ഞാൽ വാട്ട് ഡു അതേഴ്സ് തിങ്ക് അബൌട്ട് യു ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. മറ്റുള്ളവർ എന്ത് പറയുന്നു, നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. നമ്മളെ പറഞ്ഞല്ലോ, നമ്മളെ ഡിസ്വേഡ് ചെയ്യുന്ന, പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ആളുകളുടെ ഒപ്പം നിൽക്കാൻ പാടില്ല എന്ന് ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചായിരുന്നു. നമ്മളെ എൻകറേജ് ചെയ്യുന്ന, അപ്രീഷിയേറ്റ് ചെയ്യുന്ന, വിലമതിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുടെ അടുത്ത് നിൽക്കാവുള്ളൂ. അപ്പൊ നമ്മൾ അതൊരു എല്ലായ്പ്പോഴും സാധിച്ചില്ലെങ്കിലും നമ്മൾക്ക് അങ്ങനെയുള്ളവരുടെ ഒരു കമ്പനി നമ്മൾ കുറയ്ക്കണം. നമ്മളെ പഴിചാരുന്ന, പരാതി പറയുന്ന, വിമർശിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, അത് നമ്മുടെ ബ്രെയിൻ അത് റിസീവ് ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ നമ്മൾ മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മളെ എല്ലാം ഹൃദയത്തിലോട്ട് എടുക്കരുത്. ഹൃദയത്തിലോട്ട് എടുക്കാതെ നമ്മുടെ തലയുടെ സൈഡിൽ കൂടെ ഒക്കെ അങ്ങ് വിട്ടേക്കണം. ആവശ്യമുള്ളത് മാത്രം എടുത്തു വെച്ചാൽ മതി. നമ്മളെല്ലാം ഹൃദയത്തിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേദന വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് അത് നമ്മുടെ ചിന്തകളിലേക്ക് എടുക്കാതിരിക്കുക. അതിനൊരു റീപ്രോഗ്രാമിങ് ഓഫ് ഒരു മൈൻഡ് വേണം. നമ്മളെ എല്ലാവരും കുറച്ചൊരു പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ വിൽസനൊക്കെ അവസ്ഥ കിട്ടത്തുള്ളൂ. ഞങ്ങൾക്കൊക്കെ ഇച്ചിരി പ്രായമായതുകൊണ്ട് അത് കിട്ടിയതാ. സാറേ, അത് തീർച്ചയായിട്ടും നല്ല ആൻസർ, നല്ല രീതിയിൽ തന്നെ അത് പറഞ്ഞു. എന്നാലും ഒരു സംശയം പിന്നെ അതിനോട് ചേർന്ന് കിടക്കുന്നുണ്ട്.
ഇപ്പൊ ഒരു വ്യക്തി, പിന്നെ ഒരു എക്സിന്റെ വീട്ടിലെ എക്സ് ഹസ്ബൻഡ് ആന്നിരിക്കട്ടെ, വൈയെ പിന്നെ വൈഫ്, ഇസഡ് കുട്ടികള്. ഇതിനകത്ത് ഈ സാറ് പറഞ്ഞ ഒരു തിയറി അനുസരിച്ച് നെഗറ്റീവ് തോട്ട്സ് ഉള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് പറയുമ്പോൾ, ഇങ്ങനെയുള്ള ഒരേ കുടുംബത്തിൽ തന്നെ ശക്തമായ നെഗറ്റീവ് തോട്ട്സ് ഉള്ളവരെ നമുക്ക് അകന്നു നിർത്താനായിട്ട് പറ്റത്തില്ലല്ലോ. ആ സാഹചര്യം വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. അതൊപ്പം തന്നെ അവരുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരു ചെറുപ്പം മുതലേ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ടു അക്സെപ്റ്റ് എ പേഴ്സൺ വിത്ത് ഓൾ ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്, നമ്മളുടെ കഴിവുകളും ബലഹീനതകളും കൂടെ മറ്റുള്ളവരെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും തയ്യാറാകുമ്പോൾ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും നമുക്കൊരു കോൺക്രീറ്റ് ആയിട്ട് അങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല, അത് സ്പെസിഫിക് ആണ് വിൽസൺ ചോദിച്ചത്. എങ്കിൽ പോലും അത് ഒരു നമുക്ക് നമ്മളതിനെ നമ്മുടെ ഒരു ബൗദ്ധിക തലത്തിൽ നിന്നുകൊണ്ട് അതിനെ കുറച്ചൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. അതെ, ഇപ്പൊ 3 പേര് സിസ്റ്റത്തിൽ പേര് തന്നിട്ടുണ്ട്. ആദ്യം ബഹുമാനപ്പെട്ട GM രാജു പുലിക്കോട്ടിലാണ്. സാറിനെ ഞാൻ ക്ഷണിക്കുന്നു സംസാരിക്കാനായിട്ട്. താങ്ക് യു സാർ. എനിക്ക് ഈ പ്രഭാഷണം ആദ്യം മുതൽ കേൾക്കാനായിട്ട് സാധിച്ചില്ല, കാരണം ഞങ്ങളുടെ പള്ളിയിലെ കൺവെൻഷൻ ആയതുകൊണ്ട് കൺവെൻഷൻ കഴിഞ്ഞ് 9:10 ആയിട്ടാണ് എനിക്കിത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റിയത്. എനിക്കൊരു വലിയൊരു നഷ്ടമായി പോയി എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സംശയം, അത് സാറിന് അതിൻ്റെ മറുപടി സാറ് എൻ്റെ പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു കാണുമോ ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ടെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഞാൻ ഒത്തിരി ഒരു എക്സ്പെർട്ടൊന്നും അല്ല, എനിക്കിതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കിയ 1-2 കാര്യങ്ങൾ, നമ്മുടെ ഈ സന്തോഷവും ദുഃഖവും എല്ലാം നമ്മുടെ ഒരു ശാരീരിക ഒരു നിയന്ത്രണത്തിന് അപ്പുറത്തുള്ള ഒരു കാര്യങ്ങളാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അതെല്ലാം ഒരു തലച്ചോറിൻ്റെ, നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം സംഭവിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം, അതുപോലെ നമ്മുടെ സന്തോഷം, നമ്മുടെ കരച്ചിൽ, ചിലർ കരച്ചിൽ അടക്കി പിടിക്കും, ചിലർ ചിരിക്കും, അതൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഈ മനുഷ്യൻ്റെ സമൂഹത്തിലുള്ള ഇടപെടൽ, ഇതെല്ലാം ഒരു തലച്ചോറിൻ്റെ എന്തോ പ്രവർത്തനങ്ങൾ. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയില്ല ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, എൻ്റെ വീടിനടുത്ത് തന്നെ ഈ അടുത്ത സമയത്ത് അധിക പ്രായമില്ലാത്ത ഒരാൾക്കൊരു സ്ട്രോക്ക് വന്നു. അല്ല, അന്ന് വരെയും പ്രസന്നനായി കഴിഞ്ഞ ഒരാൾ ആ സമയം മുതൽ ഭയങ്കര കരച്ചില്ല. അപ്പൊ അത് കാണുന്നവർക്കെല്ലാം മനസ്സിലായി അദ്ദേഹത്തിന്റെ ഒരു വിഷമം കൊണ്ട് കരയുന്നതല്ല, അത് എൻ്റെ തലച്ചോറിന്റെ ആ സ്ട്രോക്ക് മൂലം ഉണ്ടായ ഒരു പ്രതിപ്രവർത്തനമാണ്. അതുപോലെ ഓരോ വിഷയങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരു ജീനിന്റെ ലൂടെ വരുന്നതാണോ, ചില ആളുകൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട്, ചിലർ ചിരിക്കുകയേ ചെയ്യാത്ത ചില ആളുകളുണ്ട്. പക്ഷെ അതൊന്നും മനഃപൂർവ്വം ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരു സംഭവത്തെ നമുക്ക് നമ്മുടെ സ്വഭാവം മാറ്റണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിന് കഴിയുമോ? അതിനെക്കുറിച്ച് സാർ ഈ കാര്യങ്ങൾ നേരത്തെ ചർച്ച ചെയ്തോ എന്ന് എനിക്ക് അറിയില്ല, എങ്കിലും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ സംശയമായിട്ട് ചോദിക്കുകയാണ്. ദയവായി മറുപടി തരണേ. നമ്മള് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു മനുഷ്യന്റെ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വ്യക്തിപരമായിട്ട് ഒരാൾക്ക് ഒരു സ്ട്രോക്ക് വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബ്രെയിനിന് എന്തെങ്കിലും ഡാമേജോ അങ്ങനെ എല്ലാം വന്നിട്ടുള്ള കേസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് നോർമൽ കേസിലുള്ള സന്തോഷം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അതിനുള്ള കുറെ പോയിന്റ്സ് ഞാൻ പറഞ്ഞു. സാർ താമസിച്ച് വന്നുകൊണ്ടായിരിക്കും അത്. അതിൻ്റെ 4 എൻസൈംസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ വേണമെങ്കിൽ അതിനൊക്കെ ബന്ധപ്പെടാമെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തരാം, അത് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നോർമലി ഇപ്പം നമ്മൾക്ക് ഈ ഒരു അറൗണ്ട് ഒരു 15-20% ആളുകൾക്ക് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ വിട്ട് നല്ല മാനസികാവസ്ഥയുള്ളവരായിരിക്കണമെന്നില്ല. മാനസികമായ രോഗമുള്ളവരുണ്ട്, കുറച്ചൊരു പെർസെൻറ്റേജ് ആളുകളുണ്ട്. ഇപ്പോഴത്തെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്. അതൊന്നും പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കാറൊന്നും പോവുകയാണ്. അപ്പോൾ അന്ന് പറഞ്ഞതിൻ്റെ വിട്ട് നമുക്ക് ബ്രെയിനിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതുമായിട്ട് നമുക്കിതിനെ, നമ്മൾ നോർമൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മൾക്ക് തന്നെത്താനെ സന്തോഷം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതിനെ ബേസ് ചെയ്യേണ്ട ഞാൻ പറഞ്ഞത്. ചോദിച്ചത് നന്നാണ്. അതിനെപ്പറ്റി അത്ര വലിയ എക്സ്പെർട്ട് അല്ല ഞാൻ പറയാനായിട്ടെങ്കിൽ പോലും
ഈ മാനസിക രോഗങ്ങൾ ഉള്ളവർക്ക് ഉണ്ടാകാവുന്ന അവസ്ഥയിൽ നമ്മൾക്ക് അതിന് വലിയ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത് മിസ്റ്റർ ഫിലിപ്പ് കല്ലട. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ചെറിയ 2 സംശയങ്ങളാണുള്ളത്. അപ്പോൾ ജോസഫ് സാറ് വളരെ ഭംഗിയായിട്ട് 45 മിനിറ്റ് നാം കേട്ടിട്ടുള്ളത് കേൾക്കാത്തതുമായ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു. നമ്മുടെ ഈ ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാവർക്കും അത് സന്തോഷമാകുമെന്നാണ് വിചാരം. കാരണം അവർ ആ സ്റ്റേജിൽ ജീവിക്കുന്നവരാണ്. എൻ്റെ സംശയം, ജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന ആൾക്കാരൊന്നും കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരെ കൂടെ ഉയർത്തിക്കൊണ്ട് വരുവാനുള്ളൊരു സാഹചര്യം സാറിൻ്റെ പ്രസംഗത്തിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായി പെട്ടെന്നുണ്ടാകുന്ന ആഘാതങ്ങൾ, ഉദാഹരണം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള മരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മുൻപോട്ടുള്ള കാഴ്ചകളെയും പിടിച്ച് പുറകോട്ട് വലിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം എന്ത് ചെയ്യണം? ഈ 2 ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. നന്ദി. നമ്മൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അത് ഞാൻ എംപവർ ചെയ്യുക, മറ്റുള്ളവരെ ശാക്തീകരിക്കുക എന്നാണ് ഞാൻ ജനറലായിട്ട് യൂസ് ചെയ്ത പ്രസംഗത്തിൽ. അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഞാൻ പറഞ്ഞു നോളജ് ഈസ് ദ ഓൺലി ട്രഷർ വിച്ച് ഇൻക്രീസ് ഓൺ ഷെയറിങ് എന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കുമായി പങ്കുവെക്കുന്നത് ഒരു വലിയൊരു ഡ്യൂട്ടിയാണ്. അങ്ങനെ നമുക്ക് ആ ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാകത്തുള്ളൂ. പണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വന്ന് ഇപ്പം നമ്മളെല്ലാം വിദ്യാഭ്യാസമുള്ളവരായി. അപ്പൊ അങ്ങനെ ആ എഡ്യൂക്കേഷനിൽ കൂടിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ അതാണ് അതിൻ്റെ ഒരു മെയിൻ സാധനം. നമ്മുടെ എംപവർ ചെയ്യണം. പിന്നെ നമ്മളുടെ ഷെയർ ചെയ്യുക. ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പം നമ്മളുടെ ഈ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളും അതിൻ്റെ പേരൻസോ നമ്മളെ മക്കളോ ഒക്കെ മരിച്ചൊക്കെ അങ്ങനത്തെ അവസ്ഥ വരുമ്പം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മോറൽ കറേജ് ആൻഡ് സപ്പോർട്ടാണ്. അത് സൊസൈറ്റി എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും അത് ചെയ്യാറില്ല. നമ്മൾ ആന്നൊന്ന് ജസ്റ്റ് ഒന്ന് പോയി പോകുന്നതല്ലാതെ അവർക്ക് വേണ്ടിയിട്ടൊരു കണ്ടിന്യൂഡ് ആയിട്ടുള്ള ഒരു തുടർന്ന് അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന രീതി നമ്മളിപ്പോൾ നമ്മുടെ സമൂഹം അതിന് ഹെൽപ്പ് ചെയ്യുന്നില്ല. കാരണം പ്രത്യേകിച്ച് ജിഡിയാട്രിക് ആ ലെവലിലുള്ളവർക്കൊന്നും ഒരു തന്നെത്താനെ താമസിക്കുന്നവർക്കൊന്നും വേണ്ട സപ്പോർട്ടൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അത് ലഭിക്കുന്നുണ്ട്. അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ അവിടെ വീട്ടിൽ പോയി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇവിടെ അത് രീതിയിലായിട്ടില്ല. അതിന് നമ്മൾ ഒരു സമൂഹമായിട്ട് നമ്മളൊരു ചർച്ചായിട്ട് കോൺഗ്രിഗേഷനായിട്ട് അതിന് ഒരു വിസിറ്റ് ഒക്കെ നടത്തുക, അങ്ങനെയൊക്കെ ചെയ്ത് അവരെ ഒന്ന് നമ്മൾ എംപവർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഇൻസ്പയർ ചെയ്ത് കൂടെ നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഗതി. താങ്ക് യു. അടുത്തത് ശ്രീ MJ ബാബു ആണ് ഹാൻഡ് റൈസ് പേരെഴുതിയിട്ടിരിക്കുന്നത്. MJ ബാബു. ബാബു സാറിന് ചോദിക്കാം. സാറിന്റെ ജോസഫ് സാറിന്റെ പ്രഭാഷണം ഒരു ന്യൂ ഇയർ മെസ്സേജ് ആയിട്ട് സ്വീകരിക്കുകയാണ്. ഈ നമ്മളെ പരിഗണിച്ച് വേണം മുമ്പോട്ട് പോകേണ്ടതെന്നുള്ള ഒരു നല്ല ആശയം സാറ് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സാറ് പറഞ്ഞതിൽ തന്നെയുള്ള സന്തോഷം ആദ്യമേ അങ്ങ് പറയുകയാണ്. ഞാനും സാറിനെ പോലെ ഫെഡറൽ ബാങ്കിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരാൾ തന്നെയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഈ പറഞ്ഞ പല കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മളും ഇങ്ങനെ പോന്നു. ഈ ബാങ്കിലെയൊക്കെ ജീവിതത്തിനിടയിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ രൂപപ്പെടുത്തി എടുക്കുന്നു എന്നുള്ളത് കേൾക്കുന്നത് തന്നെ ഒരു സന്തോഷം തന്നെയാണ്. അങ്ങനെയൊക്കെ നമുക്ക് എവിടെയും ഇങ്ങനെയൊക്കെ ആകാം എന്നുള്ളതിന്റെ സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സ്വീകരിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ എനിക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചില ഹാബിറ്റ്സ് ഉണ്ട്. നമ്മൾ നറിഷ് ചെയ്തെടുത്ത ചില ഹാബിറ്റ്സ്. അതിൽ ഒന്ന്, ഞാൻ എല്ലാം അങ്ങനെയൊന്നും ഡീറ്റെയിൽ അല്ല, ഇപ്പൊ നമുക്ക് രാവിലെ വായിക്കുന്ന വർത്തമാന പത്രങ്ങളാണ്. നമ്മൾ രാവിലെയൊക്കെ വായിക്കുന്ന വർത്തമാനം, ഒരുപക്ഷെ നമ്മളെ ഏറ്റവും അധികം നമ്മളിലേക്ക് നെഗറ്റീവ്സ് കയറ്റി വിടുന്നത് ഈ വർത്തമാന പത്രങ്ങളാണ്. അപ്പൊ നമ്മുടെ ഈ റീഡിങ് ഹാബിറ്റ്സിൽ ഒരു ഷിഫ്റ്റിംഗ് വരുത്തുന്നതൊക്കെ നല്ലതല്ലേ? പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു പ്രാർത്ഥനയും അല്പം വേദപുസ്തകമൊക്കെ വായിക്കുകയും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അത് തന്നെ നമ്മൾ ബൈബിൾ റീഡിങ് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരുന്നതാണ്. അപ്പോൾ അതും നമ്മുടെ ഒരു സന്തോഷത്തെ ആഡ് ചെയ്യത്തക്കവണ്ണമുള്ള ഒരു സംഗതി അല്ലേ എന്നുള്ളത് ഒരു വിഷയമാണ്. അപ്പൊ നമ്മുടെ ആ റീഡിങ് ഹാബിറ്റ്സിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതില്ലേ? ഈ പറയുന്ന ചവറുകൾ
നമുക്ക് തരുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്നും മാറിയെടുക്കാൻ വിമുക്തരാവാൻ അത് സഹായിക്കില്ലേ എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ചോദ്യം. രണ്ടാമത്തെന്ന് പറഞ്ഞാല് നമ്മൾ ഈ കമ്മ്യൂണിറ്റി ലൈഫ് നമുക്ക് സന്തോഷം തരും സാറേ. കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നു. ഇപ്പൊ പള്ളി ഞാൻ റിലേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഞാൻ ഇടപെടുന്ന പൊളിറ്റിക്സ് ഉണ്ടാവാം. പക്ഷെ അവിടെയൊക്കെ കണ്ടുവരുന്നത് സാറ് സൂചിപ്പിച്ച പോലെയുള്ള നമ്മൾ സന്തോഷകരമായി, ഇനി നമ്മുടെ കുഴപ്പമാണോ എന്ന് അറിയത്തില്ല, പൊതുവെ മനുഷ്യര് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരുടെ കാര്യങ്ങളിൽ മാത്രം സെൽഫിഷ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പൊ അവരുടെ സ്വകാര്യ കാര്യങ്ങളും അവരുടെ സ്വകാര്യ സന്തോഷങ്ങളും ആണ് പരമപ്രധാനമായിട്ട് എല്ലാവരും കാണുന്നത്. അതിനകത്ത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചില ഐസൊലേഷൻസ് ഉണ്ടാവും. അന്നേരം നമുക്ക് സന്തോഷത്തിന് പകരം കിട്ടുന്ന സങ്കടങ്ങളായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ സന്തോഷം അങ്ങനെ വരില്ല പലപ്പോഴും. കാര്യം പ്രാക്ടിക്കലി ഇതെല്ലാം ഹ്യൂമൻ ബീങ്സ് ആണ്, എല്ലാവരും അവരുടേതായ. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ സന്തോഷത്തിന്റെ പലപ്പോഴും കിട്ടുപോകാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒരു വിഷയം അവിടെയുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് ഈ പ്രായം എന്ന് സാറ് പറഞ്ഞപ്പോൾ അനുഭവങ്ങളോടുകൂടെയാണ് പ്രായമാവുന്നത്. ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്നത്തെ ഒരു ജനറേഷൻ അത്ര വലിയ ഹാപ്പി ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഹാപ്പി ആവണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ കിട്ടുന്ന എക്സ്പീരിയൻസ് ഈ വരുന്ന ഒരു ജനറേഷനിലൂടെ ഒന്ന് ഷെയർ ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നതും സന്തോഷമല്ലേ എന്നുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ. എനിവേ നല്ല ഒരു വർഷം ആരംഭിക്കാൻ സാർ അവസരം തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഈ ന്യൂസ് പേപ്പറിന്റെ കാര്യം ബാബു പറഞ്ഞപ്പോഴേ, ന്യൂസ് പേപ്പർ ഞാൻ 3 പത്രം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ കഴിഞ്ഞ 5 വർഷമായിട്ട് എനിക്ക് പത്രമില്ല. ന്യൂസ് ചാനൽസ് ഞാൻ നോർമലി കാണാറില്ല. അപ്പൊ ഈ പത്രത്തിനകത്ത് ഒരു 60 to 70% മീഡിയയിലും ന്യൂസ് പേപ്പറിലും ഒക്കെയുള്ള നെഗറ്റീവ് ന്യൂസ്. പണ്ട് വല്ലപ്പോഴും ഒരു നെഗറ്റീവ് ന്യൂസേ ഉള്ളായിരുന്നു. ഇപ്പം നിറച്ച് കൊലപാതകവും പീഡനവും പിടിച്ചുപറിയും കള്ളത്തരവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ നേരത്തെ ഡിപ്പോസിറ്റ് ഓൺലി പോസിറ്റീവ് തോട്ട്സ് ഇൻ യുവർ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട്, then only you can withdraw positive thoughts from your brain. അപ്പൊ നമ്മൾ നിഷേധ ചിന്തകളെല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ പോസിറ്റീവ് തോട്ട് വരത്തില്ല. അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഈ ബൈബിൾ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ ആയിരുന്നു ജീവിതത്തിൽ. പിന്നീട് നമ്മൾ ചിന്തിക്കുന്നതിനോട് ചിന്തിക്കണമെന്നില്ല. കമ്മ്യൂണിറ്റി ലൈഫിൽ ഇപ്പൊ ചർച്ചിലാണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ അല്ലാതെ പൊളിറ്റിക്കൽ പാർട്ടീസിലാണെങ്കിലും സ്വാർത്ഥതയുള്ളവരുണ്ട്. പക്ഷേ അത് നമ്മൾ those who love you will never use you, those who use you will never love you എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരെ ഒന്ന് കണ്ടെത്തി ആളുകളെ കുറച്ച് ഒഴിവാക്കിയാൽ നമ്മളുടെ തോട്ട് പ്രോസസ്സ് കുറച്ചുകൂടെ നന്നാകും. എല്ലാവരെയും നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല. നമുക്ക് വ്യക്തിപരമായി നമ്മൾ നല്ല ചിന്തകളും നല്ല പെരുമാറ്റവും നല്ല സംഭാഷണവും ഒക്കെ നൽകുന്നതായിരിക്കും. ചെയ്യുമ്പോൾ നമ്മളിലേക്കും അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. പിന്നീട് ഏജിന്റെ അനുസരിച്ച് നമ്മുടെ ഇപ്പം യങ്സ്റ്റേഴ്സ് ഒരു 25 വയസ്സ് ഒരു 40 വയസ്സിൽ താഴെയുള്ളവരൊന്നും നമ്മൾ പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല. കാരണം ശ്രദ്ധിക്കത്തില്ല, അവർക്കറിയാം അപ്പനും അമ്മയും അല്ലെങ്കിൽ ആ അങ്കിളോ അല്ലെങ്കിൽ ആൻറ്റിയോ അവര് ഔട്ട്ഡേറ്റഡ് ആണ്, കാലഹരണപ്പെട്ടവരാണെന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് അവർ നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ അവരോട് ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ മക്കളോടെങ്കിലും നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. അത് റിസീവ് ചെയ്യണമെന്നില്ല. ഇപ്പോഴത്തെ ജനറേഷൻ നമ്മൾ പറയുന്നതിൻ്റെ വിട്ട് കേരളത്തിൽ നാട്ടിലല്ല പഠിക്കാനായിട്ട് വിദേശത്തൊക്കെ പോകാനാണ് നോക്കുന്നത്. ജോലിയാണെങ്കിലും വേറെ രാജ്യങ്ങളിൽ പോകാനാണ് നോക്കുന്നത്. അപ്പോൾ അവര് സെക്സ് അവരെ ഫ്രണ്ട്ഷിപ്പ് ആണും പെണ്ണും നോക്കിയിട്ടല്ല അവര് എത്തിനിസിറ്റിയോ കമ്മ്യൂണിറ്റിയോ കാസ്റ്റോ ക്രീഡോ ഒന്നും നോക്കിയല്ല അവർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. അവര് ജനറേഷൻ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അവർ ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന അവർ കേൾക്കാൻ സാധ്യത കുറവാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഏജ് ഈസ് എക്സ്പീരിയൻസ്. പക്ഷെ അവർക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അവർ നെറ്റിൽ കൂടെ അവരിതെല്ലാം ഗാദർ ചെയ്തെന്ന് അവർക്ക് ധാരണയുമുണ്ട്. എനിക്ക് അതൊരു കുറച്ച് കോൺട്രവേഴ്സി ഉള്ള കാര്യങ്ങളാണ്. എനിക്ക് ബാബു ഷെയർ ചെയ്ത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. താങ്ക് യു വെരി മച്ച്. അടുത്ത ശ്രീ രാജേഷ് മാത്യു. താങ്ക് യു സാർ. സാറിൻ്റെ മോട്ടിവേഷണൽ ടോക്ക് കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. സാറിൻ്റെ അനുഭവത്തിൽ അത് പ്രാക്ടിക്കൽ ലൈഫിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പലർക്കും ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാതെ ഇരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു പരസ്യവാചകം ഇങ്ങനെയുണ്ട്: ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്?
അപ്പം ഇന്ന് വിൽസൺ ജാൻ ഒരു ഗ്രൂപ്പില് ഒരു ഇതിട്ടു. ഞാൻ എൻ്റെ മറുപടി ഇങ്ങനെ എഴുതി, നല്ല പരസ്യവാചകമാണ്, നല്ല ഒരു ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് സന്തോഷം ആഗ്രഹിക്കുന്ന നമ്മൾ യഥാർത്ഥത്തിൽ സന്തോഷവാന്മാരാണോ? ഏതെങ്കിലും അർത്ഥത്തിൽ. മുമ്പ് സാർ ഇപ്പൊ തന്നെ പറഞ്ഞു, കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ വിദേശത്ത് പോകുമ്പോൾ മാതാപിതാക്കളുടെ ഡിസയറിന് വെളിയിൽ പോയി ഒരു സൊസൈറ്റിയിൽ പോയി കഴിഞ്ഞപ്പോൾ കോടികൾ സമ്പാദിച്ചിട്ടുള്ള മാതാപിതാക്കളാണെങ്കിലും ദാരിദ്ര്യരഹിതാരെയുള്ളവരാണെങ്കിലും അവരുള്ളിൽ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആ കൺസേൺ സന്തോഷമാണോ ദുഃഖമാണോ? ഞാൻ എൻ്റെ സന്തോഷം, ഇതൊരു ചോദ്യമാണ്, ഞാൻ എൻ്റെ സന്തോഷത്തിൽ ഊന്നൽ കൊടുക്കുമ്പോൾ മറ്റൊരാൾക്ക് ദുഃഖമായി മാറുന്നില്ലേ? സാർ പറഞ്ഞു നാം നമ്മെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. വളരെ നല്ല കാര്യമാണ്. എന്നാൽ ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്ക് ദുഃഖമായി മാറുന്നുണ്ടെങ്കിൽ എൻ്റെ മോട്ടിവേഷനകത്ത് വാട്ട് ഇസ് ദ മീനിങ് ഇൻ ദാറ്റ് മോട്ടിവേഷൻ? ഞാൻ എന്നെ തന്നെ ഒരു വലിയ സംഭവമായിട്ട് ഒന്നുമില്ലെങ്കിൽ പോലും കാണാൻ ശ്രമിക്കുമ്പോഴും ഉള്ളതിനെ കാണാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കത് ഇഷ്ടപ്പെടാത്ത രീതിയിലാണെങ്കിൽ എൻ്റെ സന്തോഷത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? സാറ് പറഞ്ഞു ബാങ്കിങ് സെക്ടറിൽ സാറ് ജോലി ചെയ്തപ്പോഴേ കോടികൾ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാരുമുണ്ട്, ഒരു ലോണിന് വേണ്ടി നിരവധി തവണ വാതിലിൽ മുട്ടിയവരുമുണ്ട്. അർഹത ഉണ്ടായിരിക്കാം, പക്ഷെ അവരുടെ നിന്ന് റിട്ടേൺ കിട്ടാനില്ലാത്തത് കാരണം ലോൺ റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. ഒരു ബാങ്കറിനെ സംബന്ധിച്ച് ഞാൻ സാറിന്റെ ചോദ്യമല്ല, അവരുടെ മനസ്സിന്റെ പ്രയാസം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ റിജക്ട് ചെയ്ത ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ജോലിയിൽ ചെയ്ത് 100% സത്യസന്ധമായിരിക്കാം, പക്ഷെ ആ പോയ കുടുംബം പിന്നെ ആത്മഹത്യയിലേക്കായിരിക്കും പോയിരിക്കുന്നത്, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ മറ്റൊരാളുടെ ദുഃഖത്തിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത് എന്നാണ് എൻ്റെ ഒരു വിചാരം. ഇപ്പൊ നമ്മൾ ഇടവകയിൽ പോകുന്നു, ഇതൊക്കെ ഇപ്പം പിന്നെ കുറച്ച് ആൾക്കാരേ ഉള്ളല്ലോ. ഒരു കമ്മിറ്റിയിലൊക്കെ വരുമ്പോൾ ശ്രീനിവാസൻ പറഞ്ഞ പോലെ എൻ്റെ പേര് സരോജ് കുമാർ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരാണ് ശരാശരി സെക്രട്ടറി മുതൽ ഇനി പള്ളി തൂത്തുവാരുന്ന ആൾ വരെ. അവിടെ ത്യജിക്കപ്പെടുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന വൈരുദ്ധ്യത. ഞാനാണ് ഏറ്റവും മിടുക്കൻ എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരല്ലേ നമ്മൾ സാറ് മർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആണോ എന്ന് എനിക്ക് അറിയില്ല, ഞാനാണ്. അപ്പം ഞാൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പം നമ്മൾ എൻ്റെ ഒറ്റ വാക്കി പറയാൻ, എൻ്റെ സന്തോഷം മറ്റൊരാൾക്ക് ദുഃഖമാണ് വരുന്നതെങ്കിൽ ഞാൻ അമിതമായി സന്തോഷിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? ഇതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, നമ്മുടെ കുട്ടികൾ പുറത്തു പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ പ്രശ്നം വളരെ ആണ്. നമ്മുടെ എക്സ്പെക്ടേഷൻസും റിയാലിറ്റിയും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും. അത് ഈ ഒരു വലിയ ലോകത്തിലുണ്ടാകുന്ന വലിയ മാറ്റത്തിന്റെ നമുക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഈ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിലൂടെ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് ഒരു യഥാർത്ഥ സന്തോഷം തന്നെയാണ്. നമ്മൾ ബാങ്കിലിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലോൺ കൊടുക്കാൻ സാധിച്ചെന്ന് വരത്തില്ല, കാരണം നമ്മൾ ഒരു ഡെലിഗേഷൻ തന്നു പോലെ ഇന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾക്ക് ലോൺ കൊടുക്കാമെന്നുള്ളതാണ്. അത് സാധിക്കത്തില്ലേ, മുകളിലേക്ക് അയച്ച് നമ്മൾ പാസ്സാക്കിയാണ് കൊടുക്കുന്നത്. ഞാനും മർദ്ദമകാരനാണ്. അത് നമ്മളുടെ ഒരു സന്തോഷം, അതൊരു അസൂയ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും ഒരുപോലെ ദൈവം കഴിവുകൾ തന്നിട്ടില്ലല്ലോ. അല്ലെങ്കിൽ അത് നമ്മൾക്കുള്ളത് വെച്ച് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. ഉള്ളതിനകത്ത് നമ്മൾ കൂടുതൽ അഹങ്കരിച്ചാൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ താഴ്മയോടെ പെരുമാറുക. യുവർ പൊസിഷൻ, യുവർ പ്രോസ്പെരിറ്റി, യുവർ അസറ്റ്സ്, എവറിത്തിങ് ബിലോങ് ടു ഗോഡ്. താൽക്കാലികമായിട്ട് തന്നേക്കുന്നതാണ്. അതേത് സമയത്തും ഇറ്റ് വിൽ ചേഞ്ച് ഹാൻഡ്സ്. ഞാൻ സൺഡേ സ്കൂളിൽ പോകുമ്പോൾ അന്ന് കാറിൽ വന്ന ആളുകൾക്ക് ഇന്ന് കാറില്ല. കാരണം ആ കാറിനകത്ത് ഞാൻ അപ്പൂന്ന് പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്നതില്ല. പക്ഷെ അവരുടെ അവരുടെ അസറ്റ്സ് എടുത്തിട്ട് അവരുടെ വീട്ടിലെ ജോലിക്കാരനാ കൊടുത്തോന്നുള്ള നമ്മൾ പറയാം. നടന്നു പോകുമ്പോൾ പറയും, അയാളുടെ അപ്പൻ ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന, ഇപ്പൊ അവർക്ക് ഭയങ്കര ഗമയാണെന്ന് നമ്മൾ പറയും. പക്ഷെ ആക്ച്വലി നമ്മളുടെ എടുത്താണ് അവർക്ക് കൊടുത്തോന്നുള്ള നമ്മൾ പലപ്പോഴും മറന്നുപോകും. Your prosperity hold belong to God. And if you are not sharing the prosperity given to you by God, the prosperity to change hands, അത് പലപ്പോഴും നമ്മൾ മറന്നുപോകും.
തലമുറകളിലെ ഒരു 25 വർഷം 30 വർഷത്തിൽ കൊള്ളുന്ന ഒരു സാധാരണ ജനറേഷനിൽ നിൽക്കാറില്ല. അത് കഴിയുമ്പം അത് ഒരു താഴെപ്പോവും, ഒരു കയറ്റത്തിൽ ഇറക്കണം. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ജീവാവുന്ന വഴിയിൽ വളവും തിരിവും കയറ്റം ഇറക്കവും ഒക്കെ ഉണ്ട്. അതാണ് എൻ്റെ ഭംഗി. കയറ്റം ഇറക്കമുണ്ട്, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പം നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട. നമ്മൾക്ക് അനുഗ്രഹം കൂടുതൽ തരുമ്പോൾ നമ്മൾ ഒരുപാട് അഹങ്കരിക്കാനും പാടില്ല. നമ്മൾ സാധാരണയായിട്ട് ജീവിക്കുക. സാറ് പറഞ്ഞത് ഐ നോ യു ടോൾഡ് ഇറ്റ് ഫ്രം ഹാർട്ട്. താങ്ക് യു വെരി മച്ച്. അത് മറ്റുള്ളവർക്ക് ശരിക്കും മനസ്സിലായി. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഐ തിങ്ക് യു ആർ സാറ്റിസ്ഫൈഡ്. താങ്ക് യു വെരി മച്ച്. അടുത്തത് ശാന്തിമത്തായി കൊച്ചമ്മയാണ്. കൊച്ചമ്മയ്ക്ക് ചോദിക്കാം. ഗുഡ് ഈവനിങ് ഓൾ. താങ്ക് യു സാറേ. വളരെ മനോഹരമായി കേൾവിക്കാരെ എല്ലാം മോട്ടിവേറ്റ് ചെയ്തു. വെറുതെ മോട്ടിവേറ്റ് ചെയ്യല്ല, വളരെ ശക്തമായി തന്നെ അവരവരുടെ ലൈഫിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഈ ടോക്ക് ശ്രദ്ധിച്ചത് സഹായകമായി. എനിക്ക് 2-3 സംശയങ്ങളുള്ളത്. ഈ പറഞ്ഞതിലൊന്നും സംശയമില്ല, എന്നാൽ അതിനപ്പുറത്തേക്ക് നോക്കി ഇവിടെ ചിലർ ഉന്നയിച്ചതുപോലെയുള്ള ചില സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ സാറിന്റെ ഒരു റെസ്പോൺസ് അതിന് കിട്ടണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ആദ്യം സാർ പറഞ്ഞ എല്ലാ പോയിന്റുകളോടും ചേർന്ന് മാത്രം ഒരു അഡീഷൻസ് അതിനോട് ചേർന്ന് വരാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പം നമ്മൾ വ്യക്തികളായി നമുക്ക് സന്തോഷം നൽകുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കണം. ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ നമ്മൾ എടുക്കുകയോ ആവശ്യമില്ലാത്തവരുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് നമ്മളുടെ സന്തോഷം ഇല്ലാതെ പോകുവാൻ ഇടയാക്കുകയോ ചെയ്യാതിരിക്കാൻ നമ്മൾ മനഃപൂർവ്വമായി ശ്രദ്ധിക്കണം. എങ്ങനെ വളരെ ശക്തമായ ഒരു മെസ്സേജാണ്. പല വെസ്റ്റേൺ രാജ്യങ്ങളിലും അങ്ങനെ ഒരു കൾച്ചറിലാണ് ഒത്തിരി ആളുകൾ ജനറലി വളർത്തപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഹാപ്പിനെസ് ഇൻഡെക്സ് എടുക്കുമ്പോൾ ഒക്കെ സ്വീഡനും മറ്റ് അങ്ങനെയുള്ള നോർവേയും ഒക്കെ ഏറ്റവും ഉന്നതമായ തലത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ ഉള്ളത് ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞു വന്നത് നമ്മുടെ കൾച്ചറും അതുമായിട്ട് ഈ ഒരു ഇന്ത്യൻ കൾച്ചറിൽ കമ്മ്യൂണിറ്റി ലൈഫ് എന്ന് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണെന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ പലപ്പോഴും വളർത്തപ്പെടുന്നത്. അപ്പൊ നമ്മുടെ കുടുംബം, നമ്മുടെ പേരൻസ്, ഇൻലോസ്, സഹോദരങ്ങളെ, ചുറ്റുപാടുകളെ ഇതിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് അവർക്കൊന്നും ഒരു പ്രയാസം ഉണ്ടാകാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ക്രമീകരിക്കണം എന്നുള്ള ഒരു പഠിപ്പിക്കൽ നമ്മളുടെ മനസ്സിലേക്ക് കിട്ടിയാണ് നമ്മൾ വളരുന്നത്. എന്നാൽ ഈ പറഞ്ഞ ഭൂട്ടാൻ ഒഴികെയുള്ള ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഹൈ നിൽക്കുന്ന ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കൺട്രീസ് ഒക്കെ ഓരോ ഇൻഡിവിജ്വലും അവരവരുടെ സന്തോഷത്തിന് ആവശ്യമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പഠിപ്പിക്കപ്പെട്ട് വരുന്നവരാണ്. അപ്പൊ അവർക്ക് ആ സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നും അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അങ്ങനെ വരുന്നത്. അപ്പോ ഒരു ഇൻഡിവിജ്വലിസം വളർത്തുക, നമ്മൾ ഹാപ്പി ആകാൻ നമ്മൾ ശ്രമിക്കുമ്പം അപ്പൊ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം എന്ന ഉള്ള ഒരു അർത്ഥം അതിൽ വ്യംഗ്യമായി നമുക്ക് എടുക്കാമല്ലോ എന്ന് ഞാൻ വിചാരിക്കണം. അപ്പൊ ഒരു കൾച്ചറൽ ട്രാൻസിഷൻ ആണ്. ഒരു കൾച്ചറൽ കോൺട്രഡിക്ഷനും ട്രാൻസിഷന് വേണ്ടിയുള്ള ഒരു അഭിവാഞ്ചി ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. കൂടുതൽ കുട്ടികൾ സ്വന്തം സന്തോഷങ്ങളിലേക്കും അടുത്ത ജനറേഷനിലുള്ളവരൊക്കെ ഈ ആൽഫയും മിലേനിയൽസ് തന്നെ അതിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ വ്യക്തിപരമായ സന്തോഷം മറ്റുള്ളവർ പറയുന്ന അത്ര ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്ന സാർ തന്നെ ഇടയ്ക്ക് പറഞ്ഞു. അപ്പൊ ആ ഒരു കൾച്ചറൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസം വളർത്തപ്പെടുന്നു. അതാണോ അപ്പം ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസിന്റെ ഒരു എന്ന് പറയുന്നത്? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നു. അപ്പൊ ചിലരുണ്ടായിരിക്കാം മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ, ഇപ്പം മദർ തെരേസയെ പോലുള്ളവർ മറ്റുള്ളവരുടെ അല്ലെ അവരുടെ കൂടെ ചേരുന്ന മറ്റ് സിസ്റ്റേഴ്സും അങ്ങനെയൊക്കെയുള്ള കമ്പാഷനേറ്റ് ഏരിയാസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം സന്തോഷം കണ്ടെത്തുന്ന അവരങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടാണ് എന്നുള്ള ഒരു ആൻസർ അതിനുണ്ട്. അങ്ങനെ പോലും ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറിലേക്കുള്ള ഒരു വഴിത്തിരിവിലാണോ നമ്മൾ സന്തോഷത്തെ പറ്റി സംസാരിക്കുമ്പോൾ നിൽക്കുന്നത് എന്നുള്ള ചോദ്യം. രണ്ടാമത്, ഇപ്പോ 1-2 പേരൊക്കെ ചോദിച്ചതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നമ്മുടെ സന്തോഷം തീരുമാനിക്കണം എന്ന് പറയുന്നതിനകത്ത് എല്ലാവർക്കും അത് സാധിക്കും. അപ്പൊ എല്ലാവർക്കും സാധിക്കും. ഞാനൊരു സ്ത്രീയായിട്ട് സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതം തന്നെ പൊതുവെ ഒരു വ്യക്തിയുടെ ജീവിതമല്ല. ചില ചോദ്യങ്ങൾക്കൊക്കെ സാർ പറഞ്ഞില്ല, അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കേസസ് ആയിട്ട് എടുക്കണം. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം
അവര് പഠിച്ച് വലുതാകുന്നു, നല്ല ജോലിയായാലും ഇല്ലെങ്കിലും അവർ വിവാഹിതരായി അവരുടെ വീട്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരു വീട്ടിലേക്ക് അവർ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചാണ് നമ്മൾ വിടുന്നത്. അവിടെ ചെന്ന് സ്വന്തം സന്തോഷത്തിന് വേണ്ടി സ്വന്തം കാര്യങ്ങൾ തനിക്ക് ഇഷ്ടമുള്ള സ്വന്തം കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടു പോകാനായിട്ടുള്ളൊരു സാഹചര്യം തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ ഒരാളിന്റെ ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൾച്ചറലി ഇപ്പൊ മറ്റനേകരെ ഡിപ്പെൻഡ് ചെയ്തും കൂടെയാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ പലരുടെ ഇഷ്ടങ്ങൾ, ഇപ്പൊ ഒരു ഗ്രൂപ്പ് 50% ആളുകളുടെ കാര്യം ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ പല കമ്മ്യൂണിറ്റീസ് ഉണ്ട്, പല ജോലിക്കാരുണ്ട്, പലതരത്തിൽ. അപ്പം നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡും അവർ നമ്മളോട് ഉള്ള ഇടപെടുന്നതും നമ്മൾ അവിടെ ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും കൂടെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ തീരുമാനിക്കണം എന്ന് പറയും, നമ്മുടെ സന്തോഷത്തിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ തീരുമാനിക്കണം എന്ന് പറയുന്നത് ജനറലി എങ്ങനെയാ നടപ്പിലാകുമെന്നുള്ള ഒരു പ്രശ്നം. ഇപ്പൊ മൂന്നാമത് അതിനോട് ചേർന്നുള്ള ഒരു ചോദ്യം, ഇപ്പം വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ചിന്തകളിൽ ഏർപ്പെടരുതെന്ന് പറയുന്നു. അപ്പൊ ഫാമിലി ആയാലും വർക്ക് പ്ലേസ് ആയാലും ഒക്കെ ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷം നമുക്ക് സാധിക്കുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അപ്പൊ നമ്മൾ ഫിനാൻഷ്യലി കുറച്ച് സൗണ്ട് ആയിരിക്കും ആ സമയത്തേക്ക്. അപ്പൊ അല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ജോലി അത്യാവശ്യമാണ്, ഈ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഏത് ജോലിയിൽപ്പെട്ട ആളാണെങ്കിലും. അപ്പോൾ നമ്മുടെ ആ ദിവസത്തെ ചിന്തകളെ സ്വാധീനിക്കുന്ന, ആ ദിവസത്തെ നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന, അടുത്ത ദിവസങ്ങളിലെ നമ്മളുടെ പ്ലാൻസിനെയൊക്കെ സ്വാധീനിക്കുന്നതായ മറ്റനേക ഇൻഫ്ലുവൻസസിനിടയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ഡിസിഷൻ പല സ്ഥലങ്ങളിലും സാധ്യമാകുന്നില്ല. അപ്പൊ ഒരു റിട്ടയർമെന്റിന് ശേഷം അല്ലെ ഇത്ര നമ്മൾ സെൽഫ് സഫീഷ്യന്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ ഈ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ന്യൂസിൽ നിന്നൊക്കെ നമ്മൾ ഡിറ്റാച്ച് വളരെ പ്രശ്നകരമാണ്. ഈ സാറ് പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്. ഞാനും ഒത്തിരി പത്രങ്ങൾ വായിക്കുന്ന ഒരാളായിരുന്നു, പക്ഷെ ഇപ്പം പലതും നോക്കാറില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള ചില ഈ തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പൾസസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ളതിനെ വിട്ടിട്ട് വായിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ പക്ഷെ അപ്പോൾ ഉണ്ടാകുന്നത് അതിനകത്തുണ്ടായ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാൻ തോന്നുന്നു, നമ്മൾ ഒരു ഡിറ്റാച്ച്ഡ് ലൈഫിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടാകുകയാണ്. നമ്മൾ സന്തോഷിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ അപ്പൊ അതിന്റെ ആ ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേറ്റസ് ഓഫ് എ പേഴ്സൺ, അതിന്റെ ഒരു ഇന്റഗ്രിറ്റി, ഹോൾനെസ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ ആയിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഹാപ്പിയാണോ, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു, ഞാൻ എനിക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ട് സന്തോഷമായിട്ട് എന്റെ ജീവിതം അവസാനിപ്പിക്കും. ശരിയാണ്, അതൊരു വലിയ പ്രിൻസിപ്പിൾ ആണ്. പക്ഷെ അത് നമ്മൾ നിൽക്കുമ്പം ആ ഒരു സ്റ്റേറ്റസിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഉണ്ടാകുന്നു. പിന്നെ ഇപ്പൊ പറഞ്ഞ യങ്സ്റ്റേഴ്സ് എല്ലാം നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ഇൻഡിവിജ്വലിസ്റ്റിക് ആയി വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അവർ നിൽക്കുന്നത് നമ്മുടെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിനകത്ത്, ഇത്തരത്തിൽ ഒത്തിരി ബൈൻഡിങ്സ് ഉള്ള ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിനകത്ത് നിന്നുകൊണ്ട് അവര് ആർ ദി റിയലി ഹാപ്പി എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പൊ ഞാൻ കുട്ടികളുമായിട്ട് ഒത്തിരി ഇടപെടുന്നു, അധ്യാപന രംഗത്ത് നിൽക്കുന്ന ആളാ. അപ്പോ ആർ ദി റിയലി ഹാപ്പി എന്ന് ചോദിക്കുമ്പോൾ ഒത്തിരി കുട്ടികൾക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഒത്തിരി സൈക്കോളജിക്കൽ ഹെൽപ്പിന് നമുക്ക് കുട്ടികളെ വിടേണ്ട ആവശ്യമുണ്ട്. പലതരത്തിലൊരു ഇൻഡിവിജ്വൽ ഫ്രീഡത്തിൽ അവർ ജീവിക്കുമ്പോൾ അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്ക് അവർ ചെയ്യുമ്പം അവരുടെ ഒരു ടോട്ടലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഇൻ ദിയർ ലൈഫ്, ഇൻ ദിയർ സർട്ടൺ ഡിസിഷൻസ് എന്ന് പറയും എന്നുള്ള ചില കാര്യങ്ങൾ അത് ലോങ് ടൈമിൽ ശരിയാണെന്ന് കൾച്ചറുകളൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ അവർക്ക് ആ ഡിസിഷൻ ചില ടൈമിൽ തന്നെ റൈറ്റ് ടൈമിൽ എടുക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്ന ഈ ഒരു സ്വന്തം സ്വാതന്ത്ര്യവും സ്വന്തം സന്തോഷവും ഒക്കെ നോക്കി തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ആ സമയത്ത് അവർ ചെയ്യുന്നതിന്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവർക്ക് ചില ഡിസിഷൻസ് എടുക്കാൻ വളരെ ഡിലേഡ് ആയി പോവുകയും അങ്ങനെ വരുന്നു. അപ്പൊ അതാണ് എൻ്റെ ഒരു ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ചിന്ത ഉണ്ടായത്. അപ്പൊ ഒരു ഡിഫറെന്റ് കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമ്മളിത് സംസാരിക്കുമ്പോൾ കുട്ടികൾ അത് ഇങ്ങനെ നമ്മൾ പറയുന്നതുകൊണ്ട് മാത്രമല്ല, ഗ്ലോബലൈസേഷന്റെ ഇമ്പാക്റ്റും കൂടെയാണ്. അപ്പൊ അവർക്കുണ്ടാകുന്ന ഒരു വലിയ ഒരു ട്രാൻസിഷൻ ഉണ്ട്. രണ്ടിന്റെ കൂടെ ഇടയിൽ നിന്നുകൊണ്ട് ഇവര് എവിടെയാ ആക്ച്വലി ഈ നിൽക്കുന്നത് നമ്മുടെ ഈ യങ് ജനറേഷൻസ് എന്ന് പറയുന്നത്. സാർ അങ്ങനെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞാൽ. താങ്ക് യു.
ഓക്കെ. അച്ഛൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആണ് ചോദ്യങ്ങൾ ചോദിച്ചത്. അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ. ഞാൻ 3 മാസം സ്വീഡനിലുണ്ടായിരുന്നു. എൻ്റെ മകളോടൊപ്പമായിരുന്നു 3 മാസം. സ്വീഡനിൽ പോയപ്പോൾ ഞാൻ ചുമ്മാ സ്വീഡനും ഇന്ത്യയും നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്തു. ഇന്ത്യൻ പോപ്പുലേഷൻ അവിടെ കുറവാണ്. അപ്പൊ അവിടെ 53% ആളുകൾ ബിലീവ് ഇൻ ഗോഡ്, ബട്ട് ദേ ഡോണ്ട് ബിലീവ് ഇൻ റിലിജൻ. മെജോറിറ്റി 47% ഡിവോഴ്സ്ഡ് ആയിട്ട് ജീവിക്കുക, സിംഗിൾ ആയിട്ടാണ് ജീവിക്കുന്നത്. ലിവിങ് ടുഗദറോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ജീവിക്കുന്നവരാണ്. ഇൻഡിവിജ്വൽ ഹാപ്പിനെസ് ഉണ്ട്, പക്ഷെ ആ കൾച്ചർ നമ്മൾക്ക് ഡൈജസ്റ്റ് ചെയ്യാവുന്ന കൾച്ചറല്ല. ഇൻഡിവിജ്വലിസവും ഉണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞ ലേഡീസിന്റെ ജോബിന് ഒരു ഹസ്ബൻഡിന്റെ വീട്ടിൽ പോലെ അവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മള് ഹാപ്പിനെസ് ഡിപ്പെൻഡ്സ് ഓൺ അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു 35, സ്വീഡനിലെ ആവറേജ് മാരേജ് ഏജ് 33+ ആണ്. വീട്ടിൽ നിന്ന് കുട്ടികൾ ഇറങ്ങിപ്പോകുന്ന ആവറേജ് ഏജ് 19.5 ആണ്. അപ്പൊ അന്ന് ഇപ്പോഴത്തെ കുട്ടികളുടെ നമ്മളുടെ ഡെവലപ്പ് കൺട്രീസിൽ അല്ലെങ്കിൽ കാനഡയിലും യൂറോപ്പിലും ഒക്കെ പോകുന്ന കുട്ടികള് ലേഡീസ് ആണെങ്കിലും കമ്പനി എക്സിക്യൂട്ടീവ്സ് ഒരു 35-45 റേഞ്ചിൽ ഒരു കല്യാണം കഴിക്കാനായിട്ട് അവർ തയ്യാറാവുന്നില്ല. അതൊരു ബോധറേഷനാണ്. കല്യാണം കഴിച്ചാൽ തന്നെ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനായിട്ട് അവർക്ക് ദേ ആർ നോട്ട് റെഡി. അപ്പൊ വർക്ക് പ്ലേസിൽ നമ്മുടെ ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചോദിച്ചാൽ അതൊരു ഡിറ്റാച്ച്ഡ് ലൈഫ് ഉണ്ടെന്ന് കൊച്ചൻ പറഞ്ഞത്. യങ്സ്റ്റേഴ്സിന് എന്താ ബൈൻഡിങ്സ് ഉണ്ടെന്ന് പറയാൻ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ മാത്രമേ ബൈൻഡിങ്സ് ഉള്ളൂ. ഇവിടെ ഉള്ളവർ തന്നെ ഇപ്പം അത് ചെയ്യുന്നില്ല. അവർ ഹാപ്പി അല്ല എന്നുള്ളതൊരു സത്യമാണ്. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ ഫൈനാൻഷ്യലായിട്ട് സ്റ്റേബിൾ ഒക്കെ ആയപ്പോൾ തന്നെ അവരൊരു ട്രാൻസിഷൻ പീരീഡിലാണ്. അതെങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്യുമെന്ന് ഇപ്പം മില്ലേനിയൽസ് വന്നു, ജെൻസി വന്നു, ഇപ്പം ബീറ്റ ജനറേഷൻ വന്നു ജാനുവരി 1 മുതൽ. അപ്പം ഇതിനനുസരിച്ചെല്ലാം അവരുടെ തോട്ട് പ്രോസസ്സിലും അവരുടെ ബിലീഫ്സിലും എല്ലാം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മളൊരു 50 or 70 വയസ്സുള്ള ഒരാളെന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾക്ക് അതിനെ ഗൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരെല്ലാം സ്വന്തമായിട്ട് കാര്യങ്ങൾ, ഇപ്പൊ കുട്ടികൾ ജോലിക്ക് പോകാൻ താല്പര്യമില്ല, അവർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഇങ്ങനെ ഒരുപാട് കോംപ്ലക്സ് പ്രോബ്ലംസ് ഉണ്ട്. ഇതിനെ പിന്നെ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ കൂട്ടത്തിൽ ഒരു 10-15% ആളുകൾ മാനസികമായി സന്തോഷം ഇല്ലാത്ത ആളുകളാണ് എന്ന് പറഞ്ഞാൽ അവർ മെന്റലി ദേ ആർ നോട്ട് നോർമൽ. അതിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല. ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം. കൊച്ചമ്മ എന്നെക്കാളും കൂടുതൽ അതിനെ പഠിച്ചുകൊണ്ടാണ് വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചത്. അത് തന്നെ എക്സ്പ്ലനേറ്ററി ആയിരുന്നു. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് മനസ്സിലായി അതിലൂടെ കൊച്ചമ്മയുടെ കമ്മ്യൂണിക്കേഷനിൽ. എനിവേ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഈവനിങ് ഫോർ മീ. താങ്ക് യു വെരി മച്ച് കൊച്ചമ്മ. വിൽ മീറ്റ് ആൻഡ് ടോക്ക്. ഓക്കെ. അടുത്തത് മിസ്റ്റർ സി ചെറിയാനാണ്. സി ചെറിയാൻ, ഡൽഹി. കേൾക്കാമോ? ഓഡിബിൾ? വെൽക്കം. ഓക്കെ. ഗുഡ് ഈവനിങ് ടു ഓൾ. ആദ്യമായി ലൈറ്റ് ടു ലൈറ്റൻ എന്ന ഫോറത്തിന് ഒരു നന്ദി, വലിയ നന്ദി. കാരണം ഇത്രയും നല്ലൊരു പ്രഭാഷകനെയും ഇത്രയും നല്ലൊരു വിഷയവും ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ന്യൂ ഇയർ ഗിഫ്റ്റിന് ഒരിക്കൽ കൂടി സാറിനും അതോടൊപ്പം ഗ്രൂപ്പിനും, ഞാൻ ഗ്രൂപ്പ് അഡ്മിൻസിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കാര്യത്തിലേക്ക് കിടക്കട്ടെ. വളരെ ശ്രദ്ധയോടുകൂടി സാർ സംസാരിച്ച എല്ലാ പോയിന്റ്സും ഞാൻ ആദ്യാവസാനം കേട്ടു. എന്നെ ഒത്തിരിയും ഇമോഷണലി അത് ടച്ച് ചെയ്തു. എന്നാൽ പരിമിതമായ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് വന്ന് ഇന്ന് ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നവരാണ് ഈ ഗ്രൂപ്പിലുള്ള 99% ആൾക്കാരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഞാൻ ഉൾപ്പെടെ സാർ പറഞ്ഞ രീതിയിൽ സന്തോഷവാനാണോ? ഞാൻ പൂർണ്ണമായിട്ടും സന്തോഷവാനല്ല. എല്ലാ സാഹചര്യങ്ങളും സ്വപ്നം കണ്ടതിലും അധികമായി എല്ലാം ഉണ്ടായിട്ടും എനിക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള സന്തോഷം പല രംഗത്തും പലയിടത്തും കിട്ടുന്നില്ല. അപ്പം അത് എൻ്റെ ഒരു
ചോദ്യം എന്നോട് തന്നെ സാറിനോട് അവതാരനോട് ഇത് ഞാൻ ചോദിക്കുക. ഞാൻ കള്ളം പറയുകയായിരിക്കും ഞാൻ സന്തോഷവാനാണെന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് തുറന്നു പറയുകയാണ്, പല കാര്യത്തിലും എനിക്ക് സംതൃപ്തിയോ സന്തോഷമോ ഇല്ല. ഒന്ന്. രണ്ട്, സാറ് പറഞ്ഞ എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് സാറിനോട് ചോദിക്കാനുള്ളത്. ഒന്ന്, സാറിൻ്റെ ആദ്യത്തെ പോയിന്റ് നമ്മളെ തന്നെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. വളരെ അർത്ഥവത്തായ ഒരു പോയിന്റാണ്. എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ കൂടുതൽ മനസ്സിലാക്കി, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിലോ ഞാൻ ഉൾപ്പെടുന്ന രംഗത്തോ പ്രവർത്തിച്ചാൽ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇടപെട്ടാൽ, എന്നെ ഒരു അഹങ്കാരിയായിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ സെൽഫ് സെൻറ്റേർഡായിട്ടോ ചിത്രീകരിക്കില്ലേ? ഒരു ചോദ്യം. രണ്ട്, സന്തോഷം അത് എങ്ങനെയാണ്? പണമാണോ നമുക്ക് സന്തോഷം തരുന്നത്? അതോ എന്താണ് നമുക്ക് സന്തോഷം തരുന്നത്? വിദ്യാഭ്യാസവും നല്ല ജോലിയും സാധ്യതകളും ഒക്കെ ഉള്ള നമ്മളാണ്. പണമാണോ നമുക്ക് സന്തോഷം തരുന്നത്? ഞാനതിന് ഉദാഹരണമായിട്ട് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സുപ്രധാനമായ ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ഡൽഹിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മേൽപ്പാലങ്ങളുടെയൊക്കെ കീഴിൽ റിക്ഷാ തൊഴിലാളികളും ഭിക്ഷയാചിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഞാൻ അവർക്ക് പിള്ളേർക്ക് ഒരു ക്യാൻഡി വാങ്ങിച്ചു കൊടുക്കുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ തുണികളൊക്കെ കൊടുക്കുന്നു. അവരുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷവും ഒരു വെളിച്ചവും, അവരുടെ ജീവിതം ഒന്നും കൊടുക്കാതെ തന്നെ ആയാലും നമ്മൾ പോകുമ്പോൾ അവരെപ്പോഴും സന്തോഷവാനാണ്, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഇതേ സാഹചര്യം എൻ്റെ ജീവിതത്തിൽ പ്രത്യേക സന്ദർഭങ്ങളിൽ ആൾക്കാരെ വിളിച്ചൊരു പാർട്ടി നടത്തി കഴിഞ്ഞാൽ അവർ പോകുമ്പോൾ ഒരു പക്ഷേ അവരുടെ മുഖത്ത് ആ ഒരു സന്തോഷമോ ഒരു പ്രത്യാശയോ ഒരു സംതൃപ്തിയോ ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് പണമാണോ അതോ സാഹചര്യങ്ങളാണോ നമ്മളെ സന്തോഷവാനാക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. താങ്ക് യു. ഇമോഷണലി സാറിനെ ടച്ച് ചെയ്യുന്ന പറയുന്നത് ദാറ്റ്സ് ഒരു ഗ്രേറ്റസ്റ്റ് അപ്രീസിയേഷൻ. ഹാപ്പി അല്ല എന്ന് പറഞ്ഞാൽ ഹാപ്പി. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 70 വയസ്സായുള്ളതാണ്. ഞാൻ 24 മണിക്കൂറും 365 ദിവസവും എനിക്ക് സന്തോഷമാണ്. മണി ക്യാൻ ബൈ എവറിത്തിങ് അതർ ദാൻ ഹാപ്പിനെസ്. പണം കൊടുത്ത് സന്തോഷം കിട്ടാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മെറ്റീരിയൽ ആയിട്ടുള്ള സ്ഥാനം കൊടുത്ത് ഒരാളെ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റത്തില്ല. ഒരു പാർട്ടി കൊടുത്തോ, ഗിഫ്റ്റ് കൊടുത്തോ, സ്വർണം കൊടുത്തോ, വീട് കൊടുത്തോ ഒന്നും ഒരാളെ സന്തോഷവാനാക്കാൻ പറ്റത്തില്ല. അത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മുടെ വേ ഓഫ് ലൈഫും നമ്മുടെ തോട്ട് പ്രോസസ്സും നമ്മുടെ പെർസെപ്ഷൻസും നമ്മുടെ ഫെയ്ത്തും നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ വിഷനും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സാധനത്തിലൂടെ അല്ലേ വരുമെന്ന് എനിക്ക് തോന്നുന്നു. സാറ് പറഞ്ഞ ഒരു ക്യാൻഡി കൊടുക്കുമ്പോൾ റിക്ഷാക്കാരന്റെ മകൻ ഉണ്ടാകുന്ന സന്തോഷം നമ്മളൊരു 5 സ്റ്റാർ ഒരു ഡിന്നർ കൊടുത്ത ഒരാൾക്ക് കിട്ടത്തില്ല. സാറ് പറഞ്ഞ സത്യമാണ്. പക്ഷേ സാറ് പറഞ്ഞ ഞാൻ അഹങ്കാരിയായ സെൽഫ് സെന്റേർഡ് ആണെന്ന് നോക്കണ വാട്ട് ഡു അതേഴ്സ് തിങ്ക് അബൌട്ട് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. സാറ് കറക്റ്റായിട്ട് ചിന്തിച്ച് സാറിന് ശരിയും തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ വൈ ഷുഡ് യു ബോതർ അബൌട്ട് അതേഴ്സ്? നമ്മുടെ കൺവിക്ഷനാണ് ഏറ്റവും വലുത്. എങ്കിലേ ഞാൻ ഈ പറയുന്ന 4 എൻസൈംസിലൂടെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരെ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. സാറ് സഞ്ചരിച്ച യാത്രയല്ല, ജീവിതയാത്രയല്ല മറ്റുള്ളവർ സഞ്ചരിച്ചേക്കുന്നത്. സാറിന്റെ ഒരു 10% പോലും അവർക്ക് അറിയത്തില്ല. സി ചെറിയൻ സാർ ആരാന്ന് അവർക്ക് അറിയത്തില്ല. ആൻഡ് വിത്തൗട്ട് നോയിങ് ഹൗ കാൻ ഐ റേറ്റ് യു, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അത് മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന അവസ്ഥയല്ല. നമ്മൾ സ്വയം നമ്മൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ആവശ്യമുള്ളത് മുഴുവൻ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് we should be thankful and grateful to God for all the luxury and comforts and the mind at peace. അതാ എനിക്ക് പറയാനായിട്ടുള്ളത്. സമാധാനമുള്ളൊരു മനസ്സ് നമ്മൾ സ്വയം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് അറിയിക്കാൻ ഭയങ്കര സന്തോഷമാണ്. വി ഡു ലിറ്റിൽ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഡയാലിസിസ് സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഞങ്ങൾ ഒരു ഫ്രീ ഡയാലിസിസ് സെന്റർ, അതിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഞങ്ങളിപ്പം. അത് നമുക്ക് നമുക്ക് ഫൈനാൻഷ്യൽ എനിക്ക് 1.5 crores. അപ്പൊ ഞങ്ങൾ വി ആർ ഗോയിങ് ടു റീച്ച് ഔട്ട് ടു പീപ്പിൾ. മാർത്തോമാക്കാർ തന്നെ ആയിരിക്കും തരുന്ന പൈസ. ഞാൻ പറഞ്ഞു വരുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു,
അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ മനസാക്ഷിയോട്, ഞാൻ ആ പറഞ്ഞ സ്വയം, ദ പ്യുവർ യു എന്ത് ചെയ്യുന്നു നോക്കുക. അത് നമ്മൾക്ക് നമ്മളോട് കൊടുക്കാവുന്ന നമ്മൾ മാർക്ക് ഇടാൻ, എന്നിട്ട് വേറെ ആർക്കും മാർക്ക് ഇടാൻ പറ്റത്തില്ല. ഇഫ് യുവർ കോൺഷ്യസ്നെസ് ഇസ് റൈറ്റ്, ദെൻ ഡു ഇറ്റ്, ഗോ അഹെഡ്. മറ്റുള്ളവർ സെൽഫ് സ്റ്റാൻഡേർഡ് ആണെന്നോ അഹങ്കാരിയാണെന്നോ പറയുന്നത് ജസ്റ്റ് ഇഗ്നോർ ആൻഡ് മാർച്ച് അഹെഡ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. അടുത്തത് റവറൻ ഡോക്ടർ AP അത്യാലച്ചൻ ഇപ്പം സംസാരിക്കാം. ഹലോ, അച്ഛൻ കേൾക്കാമോ? കേൾക്കാം. ഞാൻ അപ്പു സാറിനെ ഓർക്കുവാന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മൾ തീർച്ചയായിട്ടും ഒന്നിച്ച് ചില സെമിനാറിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുത്തിട്ടുണ്ട്, ലീഡ് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. ഇത് യാതൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത തരത്തിൽ നല്ല ഭംഗിയായിട്ട് നമ്മൾ റൂമിൽ ആണ് കിടന്ന് കാര്യങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്. അവതരിപ്പിച്ചത്. കേൾക്കാമോ? കേൾക്കാം ആ കേൾക്കാം. ആ എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട എന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒടുവിൽ ചെറിയാൻ സാറ് ചോദിച്ചുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നതായിട്ടുള്ള ഒരു ചിന്ത ഞാൻ പറയുകയാണ്. അതായത് ഞാനും അല്പം ലേറ്റായിട്ടാണ് ഇതിനകത്ത് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് നേരത്തെ വല്ലതും പറഞ്ഞത് എനിക്കറിയാൻ വയ്യ. അതായത് നമ്മുടെ ഈ ഇപ്പോൾ സന്തോഷം ഉണ്ടായിരിക്കുക, ശാശ്വതമായ സന്തോഷം അല്ലേ, സമാധാനം, ഈ ലോകത്തിലുള്ള ശാശ്വതമായ സമാധാനം, അത് നമുക്ക് നൽകുന്നത് എന്താണ് എന്നുള്ളതായ ചോദ്യം നമ്മൾ എല്ലാവരും വരുന്നതായിട്ടുള്ള ഇത് പലപ്പോഴും നമ്മുടെ എക്സിസ്റ്റൻസുമായിട്ടുള്ള ബന്ധത്തിൽ ഈ അൾട്ടിമേറ്റ്ലി ഈ ആങ്സ്റ്റ് എന്ന് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, ദാറ്റ് ആങ്സ്റ്റ്, കൈൻഡ് ഓഫ് ആൻ ആങ്സൈറ്റി വിച്ച് എവറി ലിവിങ് പേഴ്സൺ ഹാസ്, ഷുഡ് ഹാവ്, അതുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വാസത്തിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് വളരെയാണ്. ഞാൻ ഈ പോസിറ്റീവ് തിങ്കിങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ ഡെയിൽ കാർണിജിയുടെ പവർ ഓഫ് പോസിറ്റീവ് തുടങ്ങിയതായ ഒരുപാട് ബുക്സ് വായിക്കുകയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എത്രയും സത്യം തന്നെയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ ആസ് ടൈം പാസസ് ആൻഡ് വെൻ വി ഹാവ് ടു ഫേസ് a situation where we can hardly see ultimate meaning to the earthly life. ഇതൊരു അതർ വേൾഡ്ലി സെൻസിലൊന്നും പറയില്ല. ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ദൈവം തരുന്നതായിട്ടുള്ള പണമോ പദവിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അതിൻ്റെതായ സ്ഥാനമുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഏതോ ഒരു സ്റ്റേജ് വരുമ്പോഴേ എന്താണ് അടുത്തത് എന്ന ഒരു ചോദ്യം. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ, അശാശ്വതമായ വിശ്വാസത്തിൻ്റെ, അതിൻ്റെയൊക്കെ സ്ഥാനം നമ്മുടെ ഈ ഫ്യൂണറൽ സർവീസിൽ അവസാനം പറയുന്ന ഇതുണ്ട്, ഇതാകുന്നു നിൻ്റെ അവസാനം എന്നൊക്കെ ചോദിക്കുമ്പം നമ്മളോട് തന്നെ ചോദിച്ചു പോകും, ശരിയാ, പണം സമ്പാദിക്കുന്ന മറ്റേതും സന്തോഷത്തിന് വേണ്ടി സ്വീകരിക്കുന്ന മാർഗങ്ങൾ എല്ലാം അതെന്തുവാ മായമായ. പക്ഷെ നെഗറ്റീവായിട്ട് ഇത് ചിന്തിക്കുക എന്നുള്ളതേ അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ സാറ് ശരിയായിട്ടത് കാണുമെങ്കിൽ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിന് ഇതിനെല്ലാം സ്ഥാനമുണ്ട്. പക്ഷേ ഈ ശാശ്വതമായ സമാധാനം എന്ന് പറയുന്നത് ഇതിനപ്പുറമായിട്ടുള്ള ഒരു റിയാലിറ്റി ഉണ്ടെന്നും, ഒരു ഇറ്റേണൽ ഗോഡ്, ആ ദൈവത്തിലുള്ളതായ അതിയായ വിശ്വാസം എന്നുള്ളത് എത്ര കണ്ട് ഇതിൻ്റെ ഒരു ആവശ്യകതയാണ് എന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിൽ വന്നുള്ളേ ഉള്ളൂ. അതിനെക്കുറിച്ച് എന്തെങ്കിലും സാറ് നേരത്തെ സൂചിപ്പിച്ച് കാണാം. ഐ ആം ഷുവർ യു ഹാവ് യുവർ സ്ട്രോങ് കൺവിക്ഷൻ ഇൻ ദി ലിവിങ് ഗോഡ് ആൻഡ് ട്രസ്റ്റിംഗ് ഇൻ ഹിം ആൻഡ് ഓൾ ദാറ്റ്. അതാണ് ശാശ്വതമായെങ്കിലും അത് മറക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ എങ്ങനെ ഈ ആ ഒരു കാണാത്തതിനായിട്ടുള്ള ഒരു പ്രത്യാശ നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ നിലനിർത്തുന്നു, സന്തോഷമാക്കി തീർക്കുന്നു എന്നുള്ളതായിട്ട് ആ ഒരു ലിങ്ക്, ആ ഒരു ബന്ധത്തെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കമന്റ് പറയുന്നത് സന്തോഷമായിരിക്കും. ഞാൻ അത് പറഞ്ഞിരുന്നു, സാർ താമസിച്ചു വന്നുകൊണ്ടാണ്. അതായത് ഞാൻ ഒരു സെക്കൻഡ് അച്ഛാ, that there is a God part in you, the consciousness, the pure self. Learn to listen to the voice of that power. അതാ ഞാൻ പറഞ്ഞത്. നമ്മളിൽ ദൈവത്തിന്റെ ഒരു പങ്കുണ്ട്.
ആ ശുദ്ധമായ ആ ശബ്ദം നമ്മൾ കേൾക്കണം. അപ്പൊ ദെൻ ആ കറക്റ്റ് ഗൈഡൻസ് കിട്ടുന്നത് ഫ്രം ഹെവനാ. നമ്മൾക്ക് ഇവിടെ ശാശ്വത സമാധാനം ഇവിടെ നിന്ന് കിട്ടത്തില്ല എന്നാ അച്ഛൻ പറഞ്ഞത്. ശരിയാണത്. ഞാൻ അച്ഛൻ്റെ അത്രയും പഠിച്ചിട്ടുള്ള ആളല്ല. അച്ഛൻ പറഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പീപ്പിൾ കുഡ് അണ്ടർസ്റ്റാൻഡ് ഇൻ എ ബെറ്റർ വേ. താങ്ക് യു വെരി മച്ച്. ഐ എം ഷുവർ ഗോഡ്, ദൈവം നമ്മൾ വസിക്കുന്നു എന്നൊക്കെയുള്ളത് നമ്മളെ നിലനിർത്തുന്ന വിഷയം. ഞാൻ ഇപ്പം ഇതിനു മുമ്പ് തന്നെ ആരോ ഒരാൾ, എനിക്ക് തോന്നുന്നു ഫിലിപ്പാന്ന് തോന്നുന്നു, ഫിലിപ്പ് കല്ലടെ, നമ്മുടെ ഒരു അടുത്ത ഒരാള്, ഒരു സ്നേഹിത, ഒരു പങ്കാളി, ജീവിത പങ്കാളി മരിക്കുമ്പോഴുള്ള സംഘം. പക്ഷെ അതല്ല ഞാൻ എന്നുള്ളതായ ക്വസ്റ്റ്യൻ, എൻ്റെ വാട്ട് ഈസ് മൈ ഫ്യൂച്ചർ, ഹൂ ആം ഐ എന്നുള്ള ചോദ്യത്തിന് അപ്പുറമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതുമായിട്ടുള്ളൊരു ബന്ധത്തിലല്ലാതെ എങ്ങനെയാണെന്നുള്ളതാണ്. എൻ്റെ ജീവിത പങ്കാളി ഒരു 2-3 മാസങ്ങൾക്ക് മുൻപേ കടന്നുപോയി. ഞങ്ങൾ വളരെ ഇൻറ്റിമേറ്റായിട്ട്, അല്ലെങ്കിൽ വളരെയധികം ജീവിച്ചിരുന്നായിട്ട്, അപ്പം വലിയ വേദനയും സങ്കടവും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ മധ്യത്തിലും നിലനിർത്തുന്നത് ഈ വിശ്വാസം തന്നെയാണ്. ഞാൻ ഈ വളരെ അടുത്ത ഒരു ഫാമിലി, ഒരു കപ്പിളുമായിട്ട് ദൂരെയുള്ള ഒരാളാണ്, 2 പേര്. അവരുമായിട്ട് എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഒന്ന് സംസാരിച്ച സമയത്തോ ലീലാമ്മ കടന്നുപോയി എന്ന് ആ പേര് പറഞ്ഞ് വത്സ എന്ന് പറഞ്ഞപ്പോഴേ തിരിച്ചിങ്ങോട്ട് ഉടനെ പറയുകയാണ്, അച്ഛാ കൊച്ചമ്മ പോട്ടച്ഛാ, പോകട്ടെ. എനിക്കറിയാം എന്തുകൊണ്ടാണ് അവരത് പറഞ്ഞതെന്ന്. കാരണം അതുപോലെ വിശ്വാസമുള്ള ഒരു സ്ത്രീയാണ്. അതിനുശേഷം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യരെക്കുറിച്ചും അത് സാധ്യമല്ല. നമ്പർ 1. നമ്പർ 2 ഈസ്, അച്ഛനറിയത്തില്ലയോ കൊച്ചമ്മ എങ്ങോട്ടാ പോയെന്ന്? അതും അതിൻ്റെ പിന്നിലുള്ളതായ ചോദ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അന്തിമമായിട്ട് നിലനിർത്തുന്നത് ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളത് മാത്രമല്ല, നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കാൻ അങ്ങേയറ്റം ഇപ്പം ശ്രമിച്ചാലും അതിൻ്റെ പൂർണ്ണതയിൽ അത് സാധ്യമായി തീരുന്നത് ഇതിനപ്പുറമാണ് എന്നുള്ളതായ ഒരു വിശ്വാസം, ആ ഒരു ഡയമെൻഷൻ ഇല്ലേ എന്നുള്ളതായ ചോദ്യം ഞാൻ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. ഓക്കെ സർ, താങ്ക് യു. അടുത്തത് നമ്മുടെ ഇന്നത്തെ വെബിനാറിന്റെ സമാപനത്തിലേക്ക് വരികയാണ്. വോട്ട് ഓഫ് താങ്ക്സ് ആണ്. വോട്ട് ഓഫ് താങ്ക്സ് ചെയ്തതിന് ശേഷം ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ പ്രാർത്ഥിക്കുകയും AP അത്തിയാൽ അച്ഛൻ ആശീർവാദം പറയുകയും ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് ലൈറ്റ് ടു ലൈറ്റിന്റെ അഡ്മിന്മാരിൽ ഒരാളായ ജേക്കബ് മാത്യു സാറിനെ ക്ഷണിച്ചോളൂ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ 233-ാം ലൈവ് വെബിനാർ തുടർച്ചയായിട്ട് ഇങ്ങനെ കണ്ടക്ട് ചെയ്യാൻ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. അപ്പു ജോസഫ് സാറിനെ ഒരിക്കൽ കൂടി കാണുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. 11 വർഷം മുമ്പ് ജോസഫ് സാറ് താനാ മാർത്തോമ ചർച്ചിൽ ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്തിരുന്നു. ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. എങ്ങനെ കുട്ടികളുടെ മെമ്മറി എൻഹാൻസ് ചെയ്യാം, കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എങ്ങനെ മെമ്മറൈസ് ചെയ്യാം എന്ന് പറഞ്ഞൊരു ക്ലാസ് സാർ എടുത്തിരുന്നു. അന്നാണ് ആദ്യമായിട്ട് സാറിനെ ഞാൻ കാണുന്നത്. രണ്ടാമത് കാണുന്നത് ഇന്നാണ്. സാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞ പോലെ വളരെ പ്രിസ്ക്രിപ്ഷൻ നൽകിയിട്ടാണ് നമ്മളെ വിടുന്നത്. ആ പ്രിസ്ക്രിപ്ഷൻ ഞാൻ അവസാനമായിട്ട് ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞ് വിടുന്ന ആളായതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു, അധികം സമയം എടുക്കില്ല. സാറ് ഒരു കെമിക്കൽ ഹാപ്പിനെസ്സിനെ കുറിച്ച് പറഞ്ഞു, 4 എൻസൈംസിനെ കുറിച്ച് സാറ് പറഞ്ഞു. ഈ 4 എൻസൈംസിന് വേണ്ടിയിട്ടുള്ള കാര്യം സാറ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. കാരണം ഇതെല്ലാം ഈ ഒരു പുതിയ 2025 നമ്മൾ ഫോളോ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. 1 ഫിസിക്കൽ എക്സസൈസ്, 2 ഫിസിക്കൽ ടച്ച്, 3 ഡെവലപ്പ് സം ഹോബീസ് ആൻഡ് ബി ഹാപ്പി. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഹോർമോൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമുക്കൊരു കെമിക്കൽ ഹാപ്പിനെസ് നമുക്ക് തരാൻ സാധിക്കും. ഇത് അത്തിയാൽ അച്ഛൻ പറഞ്ഞ ആ ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് അല്ല, ദിസ് ഇസ് കെമിക്കൽ ഹാപ്പിനെസ്, നമ്മളെ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഹാപ്പിനെസ്. ഇത്രയും മനോഹരമായ രീതിയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ഇവിടെ കൂടി വന്നിരുന്ന എല്ലാ ആൾക്കാരെയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്ത അപ്പു ജോസഫ് സാറിന് ഞങ്ങളുടെ ലൈറ്റിൻ്റെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഞങ്ങളുടെ കോർഡിനേറ്റർ വിൽസൺ സാറാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഈ 233 വെബിനാറുകൾ ഇന്ന് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 233 എന്ന് പറയുമ്പോൾ
ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ പറയാറുണ്ട്, പിന്നെ 2024 അല്ല 25 ആയപ്പോൾ യേശുക്രിസ്തു അവിടെ തുടങ്ങിയതാണ്, അങ്ങനെ 2025 വർഷം തികഞ്ഞതെന്ന് പറയുന്ന പോലെ 231 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ഓർമ്മ വരും, ഇത് കോവിഡ് കാലം തുടങ്ങി അതിനുശേഷം തുടങ്ങിയതാണ് 231. കോവിഡിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ നമ്പർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോൾ എത്ര ആയാലും 234 ആയാലും 35 ആയാലും ആ നമ്പർ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം കടന്നു വരുന്ന ഒരു കോവിഡ് കാലമുണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ തുടർച്ചയായിട്ട് ഇതിങ്ങനെ കൊണ്ടുപോകാനും ഇന്നത്തെ മീറ്റിങ്ങിന് അത് പിന്നെ കോർഡിനേഷൻ ചെയ്യാനും സാധിച്ച ടിൽസൺ സാറിന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ചോദ്യങ്ങൾ ചോദിച്ച ഈ മീറ്റിങ്ങിൻ്റെ ഈ ഒരു അവസാന ഭാഗം വളരെ മനോഹരമാക്കി ജോസഫ് സാറിന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളും വളരെ ഭംഗിയായിട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ തന്നെ വളരെ അറിവും എക്സ്പീരിയൻസ് ഉള്ള പല ആൾക്കാരുടെയും പല വീക്ഷണകോണിൽ നിന്നുള്ള ആശയങ്ങൾ കേൾക്കുവാനും സാധിച്ചു. എല്ലാവർക്കും ഗ്രൂപ്പിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഒരു 10-75 പേര് ഈ മീറ്റിങ്ങിൽ അവരുടെ സമയം മാറ്റിവെച്ച് വന്ന് പങ്കെടുത്തു. എല്ലാവരും ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 1-2 കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ഇന്ന് ഗാനം ആലപിച്ച ജൂലി ജെയ്സ് ഐസക്കിനോട് പ്രത്യേക നന്ദി, അതുപോലെ പ്രാർത്ഥിച്ച ജേക്കബ് സാറിനോടും ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തന്ന ജോസ് മാത്യു നെരൂളിനോടുമുള്ള പ്രത്യേക നന്ദിയോടെ അറിയിച്ചുകൊള്ളുന്നു. ഇപ്പോഴ് രാജുവഞ്ചേരി അച്ഛൻ പ്രാർത്ഥിച്ച് AP അത്യാൽ അച്ഛൻ ആശീർവാദം പറയുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ ലൈറ്റ് ടു ലൈറ്റ് ഫോറത്തിന് 233 വെബിനാറുകൾ നടത്തുവാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്തു. ഇന്ന് അപ്പോസ്തലരിലൂടെ ഈ 2025 മുഴുവനും ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന പ്രചോദനം ഞങ്ങൾക്ക് ലഭിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സന്തോഷത്തോടെ ഈ ലോകത്ത് ജീവിപ്പാന്, മറ്റുള്ളവർക്ക് സന്തോഷം പകരുവാനും ഞങ്ങളുടെ സന്തോഷം പങ്കിടുവാനും ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ഈ ലോകത്തിനപ്പുറത്തും നിന്നോടുള്ള വാസത്തിന് ഉള്ള ഞങ്ങളുടെ പ്രത്യാശയ്ക്കായിട്ടും സന്തോഷത്തിനായിട്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇതിൽ പങ്കെടുത്തവരെയൊക്കെ അനുഗ്രഹിക്കണമേ. ഇതിൽ ദാസനിലൂടെ കേട്ട നല്ല വചനങ്ങളെ ഈ വർഷം മുഴുവൻ ഞങ്ങളുടെ ജീവിതത്തിന് പ്രചോദനം നൽകുവാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഈ പുതിയ വർഷത്തിലും അന്ത്യത്തോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.